Hi, good evening. Welcome to Zodiac Academy. കേൾക്കുന്നുണ്ടോ? പറയുന്ന കേൾക്കുന്നുണ്ടോ? ഓഡിബിൾ ആണോടാ? കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, സോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് പോയത് കുറച്ച് നമ്മൾ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. സോ അതിൻ്റെ കൂടെ നമ്മൾ എന്താണ് സ്റ്റാറ്റിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പെൻഡിങ് ഉണ്ട്. സോ നമുക്ക് ഈ ക്ലാസ്സിൽ അതോടെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു എന്താ പറയുക ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നമുക്ക് കുറച്ച് ആ മെയിൻ മീഡിയൻ മോഡ് പിന്നെ അതുപോലെ തന്നെ പിന്നെ നമ്മുടെ മെഷർമെന്റ് സ്കെയില് സോ അങ്ങനെ റിലേറ്റഡ് ആയിട്ടാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്താണ് അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എപ്പോഴും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആ കാര്യങ്ങളൊന്ന് നന്നായിട്ട് നോക്കുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് ചോദിച്ചപ്പോൾ ഒരാൾ ഇങ്ങനെ ഡൗട്ട് ചോദിച്ചായിരുന്നു നോമിനൽ ഓർഡിനൽ റേഷ്യോ സ്കെയിൽസിനെ പറ്റി. ഓക്കെ, സോ അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് എപ്പോഴും ചോദിക്കണം. മെഷർമെന്റ് സ്കെയിൽസിനെ റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റയോ അല്ലെങ്കിൽ കുറച്ച് എക്സാമ്പിൾസോ തന്നിട്ട് ഇത് ഏതിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്, നോമിനൽ ആണോ റേഷ്യൽ ആണോ എന്നിങ്ങനെ ഓർഡിനൽ ആണോ എന്ന് ചോദിക്കാറുണ്ട്. സോ അപ്പോൾ നമുക്ക് എന്താണ് നോമിനൽ, എന്താണ് ഓർഡിനൽ, എന്താണ് റേഷ്യൽ സ്കെയിൽ എന്ന ഇതിന്റെ ഡിഫറൻസ് നമുക്ക് നോക്കാം. ഓക്കെ, സോ അപ്പൊ നോമിനൽ സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഇറ്റ് ഇസ് ഒരു നോമിനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു മെഷർമെന്റ് സ്കെയിലാണ് ഈ നോമിനൽ എന്ന് പറയുന്നത്. പക്ഷെ അതിനകത്ത് നമ്മൾ ഈ പറയുന്ന ഡേറ്റാസ് എങ്ങനെയാണ് ലൈക്ക് ഇപ്പൊ നമുക്ക് എന്താണ് ഇപ്പൊ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടായിരിക്കും അവർ നിങ്ങളോട് ചോദിക്കുന്നത് ഇറ്റ് ഇൻക്ലൂഡിങ് നോമിനൽ ഓർഡിനൽ ഓർ റേഷ്യോ സ്കെയിൽ എന്നായിരിക്കും മിക്കവാറും ചോദിക്കുന്നത്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, സോ അപ്പം ഈ നോമിനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഇതൊരു മെഷർമെന്റ് സ്കെയിലാണ്. എന്താണ് ഈ നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത്? ഓക്കെ, സോ അവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഈ വേരിയബിൾസ് ഉണ്ട് അല്ലെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്താണ് വേരി ചെയ്യുന്ന സാധനങ്ങളാണ് ഈ വേരിയബിൾസ്. ലൈക്ക് ഈ വേരിയബിൾസിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ വേരിയബിൾസ് നമ്മൾ വിത്തൗട്ട് അല്ലെ ഇവർ എന്താണ് ലേബൽ ദി വേരിയബിൾ അല്ലെ, ലേബിൾസിനെ വേരിയബിൾസ് വിത്തൗട്ട് എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് എന്താണ് വിത്തൗട്ട് എനി ക്വാണ്ടിറ്റേറ്റീവ് സിഗ്നിഫിക്കൻസ് അല്ലെ. സോ നമുക്ക് അവിടെ ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് ഇപ്പം എന്തെങ്കിലും മെഷർമെന്റ് അല്ല അവിടെ നമ്മൾ പറയുന്നത്. നമുക്ക് ആ പർട്ടിക്കുലർ ഡേറ്റയെ നമ്മൾ എന്താണ് ലേബൽ ചെയ്യുകയാണ് ചെയ്യുന്നത് വിത്തൗട്ട് എനി എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് സിഗ്നിഫിക്കൻസ്. സോ ഇത് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലൈക്ക് ഇപ്പം നമുക്ക് എന്താണ് ഇപ്പം ഈ നോമിനലിൽ വരുന്നത്. അപ്പൊ നിങ്ങൾ എപ്പോഴും വരാൻ നിങ്ങൾ എന്താണ് സാധനം നോക്കിയിട്ട് നിങ്ങൾ എക്സാമ്പിൾസ് ആണ് കൂടുതലും ഞാൻ അതിൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ലൈക്ക് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. ഓക്കെ, സോറി സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഇല്ലല്ലേ വരുന്നത് എന്താണ് നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ്. മനസ്സിലായോ? സോ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ എന്താണ് അതിനെ ലേബൽ ചെയ്യുന്നു. പക്ഷെ അവിടെ നമുക്ക് എന്താണ് ഈ ബ്ലഡ് ഗ്രൂപ്പിനകത്ത് O പോസിറ്റീവ്, A പോസിറ്റീവ്, AB പോസിറ്റീവ് അങ്ങനെ ഒരുപാട് O നെഗറ്റീവ് അങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വരും. മനസ്സിലായോ? പക്ഷെ ഇതെന്താണ് നമ്മൾ ഈ വേരിയബിൾസ് ഡിഫറെന്റ് വേരിയബിൾസ് നമ്മൾ ലേബൽ ചെയ്ത് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് എന്നാണ് കോമൺലി പറയുന്നത്. പക്ഷെ ഇതിന് നമുക്ക് എന്താണ് ഇത് മെഷർ ചെയ്യാൻ പറ്റുമോ? അതാണ് നമ്മൾ എന്താണ് വിത്തൗട്ട് ലേബലിംഗ് എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് വിത്തൗട്ട് എനി ക്വാണ്ടിറ്റേറ്റീവ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പൊ ഈ നോമിനലിൽ വരുന്ന എക്സാമ്പിൾസ് യൂഷ്വലി എക്സാമ്പിൾസ് തന്നിട്ടാണ് ഇത് ഏത് തരം ഡേറ്റ ആണ് അല്ലെങ്കിൽ വേരിയബിൾസ് ആണ് അല്ലെങ്കിൽ ഏത് മെഷർമെന്റ് സ്കെയിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നത്. ലൈക്ക് അതിൽ വരുന്നതാണ് ഒന്ന് ബ്ലഡ് ഗ്രൂപ്പ്. മനസ്സിലായോ? അതുപോലെ തന്നെ ഐ കളർ. ഈ ഐ കളറിനകത്ത് വരുമ്പോൾ എന്താണ് നമുക്ക് ഓരോരുത്തർക്ക് പ്രത്യേകിച്ച് ചിലപ്പോൾ ബ്ലൂ ആയിരിക്കും, ചിലവർക്ക് ബ്രൗൺ ആയിരിക്കും, ചിലവർക്ക് ഗ്രീൻ ആയിരിക്കാം. അങ്ങനെ എന്താണ് ഈ ഡിഫറെന്റ് വേരിയബിൾസിനെ കോമൺ ആയിട്ട് നമ്മൾ പറയും. എന്തെന്ന് പറയും? നമ്മൾ ഐ കളർ എന്ന് പറയും. അപ്പം ഈ നോമിനൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് ഐ കളർ. ബ്ലഡ് ഗ്രൂപ്പിംഗ്. അതുപോലെ തന്നെ എന്താണ് ജെൻഡർ. ജെൻഡറിനകത്ത് നമുക്ക് എന്ത് വരാം? മെയിൽ എന്നും വരും, ഫീമെയിൽ എന്ന് വരാം, മെയിൻ ട്രാൻസ്ജെൻഡർ എന്ന് വേണമെങ്കിലും വരാം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ എന്താണ് മാരിറ്റൽ സ്റ്റാറ്റസ്. ഓക്കെ, മാരിറ്റൽ സ്റ്റാറ്റസ് നമ്മൾ പറഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ എന്ത് പറയുന്നു? നമുക്ക് സിംഗിൾ എന്ന് പറയാം, മാരീഡ് എന്ന് പറയാം, അല്ലെങ്കിൽ വിഡോ എന്ന് പറയാം. ഓക്കെ, സോ അപ്പൊ ഇങ്ങനെ നമ്മൾ എന്താണ് ഈ പർട്ടിക്കുലർ വേരിയബിൾസിനെ നമ്മൾ ലേബൽ ചെയ്ത് ഒന്നിന്റെ അണ്ടറിലോട്ട് ആക്കുന്നു വിത്തൗട്ട് എനി എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിനെ നമ്മൾ ഇവിടെ പറയുന്നതാണ് നമ്മൾ എന്താണ് ഈ നോമിനൽ എന്ന് പറയുന്നത്.
ക്ലിയർ ആയോ? അപ്പം നോമിനൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് എന്താണ് മെഷർമെന്റ് സ്കെയിൽ ആണ് നോമിനൽ ഡേറ്റ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂസ് ടു എന്താണ് ലേബിൾ ദി വേരിയബിൾ വിത്തൗട്ട് എനി എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് സിഗ്നിഫിക്കൻസ്. അപ്പം അതിൽ ഈ നോമിനലിൽ വരെ നിങ്ങൾ എപ്പോഴും നോക്കി വെച്ചിരിക്കുക എക്സാമ്പിൾസ്. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾസ് ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിൽ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ബ്ലഡ് ഗ്രൂപ്പ്സ് ഉണ്ട്. നമുക്ക് ഓയും എയും പോസിറ്റീവും നെഗറ്റീവും നമുക്ക് വരുന്നുണ്ട്. ലൈക്ക് മെറിറ്റൽ സ്റ്റാറ്റസ് ആണെങ്കിലും അതിനകത്ത് മെറിറ്റൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനകത്ത് സിംഗിളും വിഡോയും അൺമാരീഡും മാരീഡും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ജെൻഡർ എന്ന് പറഞ്ഞാൽ മെയിലും ഫീമെയിലും അതർ ജെൻഡേഴ്സും ഒക്കെ അതിനകത്ത് വരുന്നുണ്ട്. സോ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്ന ഡേറ്റയാണ് നമ്മൾ എന്താണ് ഈ നോമിനൽ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ നിങ്ങൾക്ക് മിക്കവാറും ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു ടൈപ്പ് ഡേറ്റ തന്നിട്ട് ഇത് നോമിനൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഇത് നോമിനൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഡേറ്റ ഏതാണ് എന്നായിരിക്കും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്ലിയർ? അപ്പൊ നോമിനൽ മനസ്സിലായോ? നോമിനൽ ഇവിടെ പവർ ഫെയിലൂർ ആണ്. സോ അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങൾ സ്ക്രീൻ കാണാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ മൊബൈലിൽ നിങ്ങളുടെ കമന്റ്സ് എനിക്ക് വായിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നും മനസ്സിലായെന്നുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അതാണ് ഞാൻ എന്തെങ്കിലും മൊബൈൽ ഇരിക്കുന്നത്. നിങ്ങളുടെ മെസ്സേജസ് അപ്പൊ എനിക്ക് ഇതിലേക്ക് കാണാൻ പറ്റത്തുള്ളൂ. പവർ ഫെയിലൂർ ആണ് ഇവിടെ. ഓക്കെ, മനസ്സിലായോ? നോമിനൽ മനസ്സിലായോ? ഒന്നുകൂടെ പറയണോ? അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എപ്പോഴും ഇതിനകത്ത് വരുന്ന എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഞാൻ ഈ പറയുന്ന എക്സാമ്പിൾസ് വെച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. ക്ലിയർ? സോ അപ്പൊ നോമിനൽ അതാണ് എടാ. ദെൻ വാട്ട് അബൌട്ട് ദ ഓർഡിനൽ ഡേറ്റ അല്ലെങ്കിൽ ഓർഡിനൽ സ്കെയിൽസ്. അപ്പൊ നോമിനൽ സ്കെയിൽസ് ആണ് നമ്മൾ പറഞ്ഞത്. അതിനകത്ത് നമ്മൾ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് എന്താണ് ഈ ഓർഡിനൽ. ഓക്കെ, വാട്ട് അബൌട്ട് ദി ഓർഡിനൽസ്. അപ്പൊ ഈ ഓർഡിനൽ സ്കെയിലിൽ നമ്മൾ എന്താണ്, ഇതൊരു മെഷർമെന്റ് സ്കെയിൽ ആണ് അല്ലടാ. സോ നമ്മൾ ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ എന്താണ് ഈ ഓർഡിനൽ എന്ന പേരിൽ തന്നെ എന്താണ് ഇവിടെ നമ്മൾ എന്താണ് ഈ വേരിയബിൾസിന് അല്ലെങ്കിൽ എന്താണ് ഇവിടെ നമ്മൾ എന്താണ് ദാറ്റ് കാറ്റഗറൈസസ് ദ ഡേറ്റ. നമ്മൾ ഇവിടെ ഡേറ്റാസിനെ കാറ്റഗറൈസസ് ഇൻടു എന്താണ് ഒരു ഓർഡേർഡ് ലെവലിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എന്താണ് ഈ ഡേറ്റാസിനെ നമ്മൾ ഒരു ഓർഡേർഡ് ലെവൽ, ഇപ്പൊ ഹയർ ലെവൽ ടു ലോവർ ലെവൽ അങ്ങനെയായിരിക്കും നമ്മൾ. ലൈക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനലില് നമ്മൾ എന്താണ് നമ്മളിപ്പം നമ്മൾ എന്താണ് എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസ് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് 10th +2 ഡിഗ്രി പിന്നെ മാസ്റ്റർ, അതിൽ തന്നെ UG PG അങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒരു ഓർഡേർഡ് ലെവലിലായിരിക്കും ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നത് കാറ്റഗറൈസ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുന്ന ഡേറ്റാസിനെയാണ്, അങ്ങനെ വരുന്ന മെഷർമെന്റ് സ്കെയിലാണ് നമ്മൾ എന്താണ് ഈ ഓർഡിനൽ എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഓർഡിനൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ എന്താണ് കാറ്റഗറൈസസ് എന്താണ് ദ ഡേറ്റ ഇൻടു ഓർഡേർഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ റാങ്ക് ആയിട്ടാണ്, റാങ്ക് ബേസിസിലാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത് ഈ ഓർഡിനലിൽ നമ്മൾ ഡേറ്റയെ നമ്മൾ കീപ്പ് ചെയ്യുന്നത്. സോ അപ്പൊ അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ ഈ പറഞ്ഞത് എന്താണ് നമ്മുടെ എഡ്യൂക്കേഷൻ. ഓക്കെ, എഡ്യൂക്കേഷണൽ ലെവൽ എന്ന് പറയുമ്പോൾ ലൈക്ക് എന്താണ് ഇവിടെ നമ്മൾ എഡ്യൂക്കേഷൻ ലെവൽ എപ്പോഴും നമ്മൾ എന്താണ് ഒരു ഫോമിൽ നമ്മൾ എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും 10th +2 ഡിഗ്രി അങ്ങനെയല്ലേ വരുള്ളൂ. ലൈക്ക് അതുപോലെ തന്നെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. അപ്പൊ നമ്മൾ പറയുമ്പോൾ എന്താണ് ലോവർ ലെവൽ, മീഡിയം ലെവൽ, ഹയർ ലെവൽ. കണ്ട, അപ്പൊ ഒരു റാങ്ക് ബേസിസിൽ അല്ലെങ്കിൽ ഒരു ഓർഡർ ബേസിസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ആ വേരിയബിൾ ഡേറ്റയെ നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ലൈക്ക് അതുപോലെ തന്നെ അപ്പൊ എപ്പോഴും നിങ്ങൾ ഓർഡിനൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ മൈൻഡിൽ എപ്പോഴും കീപ്പ് ചെയ്യണം എന്താണ് ഹയർ ടു ലോവർ അല്ലെങ്കിൽ ഓർഡേർഡ് ആയിട്ട് അല്ലെങ്കിൽ റാങ്ക് വൈസ് ആയിട്ടായിരിക്കും നമ്മൾ ഇവിടെ ഡേറ്റാസിന് എൻ്റർ ചെയ്യുന്നത്. ലൈക്ക് ലൈക്കേർട്ട് സ്കെയിൽ നമ്മൾ മുന്നത്തെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പണ്ടത്തെ ക്വസ്റ്റ്യൻ ക്ലാസ്സിലൊക്കെ ലൈക്കേർട്ട് സ്കെയിലും നമ്മൾ വരുന്ന എന്താണ് നമ്മൾ ഈ ഓർഡിനലിലാണ് വരുന്നത് അല്ലെ. അവിടെ നമ്മൾ എന്താ ലൈക്കേർട്ട് സ്കെയിൽ എന്താ ഇത് ഓർഡിനൽ വരാൻ കാരണം എന്ന് നമ്മൾ പറയുന്നത് ലൈക്ക് എന്താണ് അവിടെ നമ്മൾ ഇപ്പം ഇവാലുവേഷൻ എടുക്കുന്ന അല്ലെ, നമ്മൾ എന്താണ് ഇപ്പൊ എന്തെങ്കിലും ഒരു റിസർച്ച് പർപ്പസിന് നമ്മളിപ്പോ ഒരു അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി അല്ലെ. സോ അപ്പൊ നമ്മൾ ഡിസ്ചാർജ് ടൈം ആകുമ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ അവർ അവസാനം വന്നിട്ട് എന്ത് ചെയ്യും നിങ്ങളുടെ ഇത് ഫീഡ്ബാക്ക് എടുക്കും അല്ലെ. ഫുഡ്, അതുപോലെ തന്നെ സ്റ്റേ, പിന്നെ നഴ്സിംഗ് സർവീസ് അല്ലെങ്കിൽ ഡോക്ടർ സർവീസ്, ഇങ്ങനെ ഓവറോൾ കുറെ സാധനങ്ങൾ വന്നിട്ട് എന്താണ് നിങ്ങളോട് പറയും എഗ്രി, സ്ട്രോങ് എഗ്രി അല്ലെങ്കിൽ സ്ട്രോങ്ലി ഡിസഗ്രി അങ്ങനെ കൊടുക്കുന്ന ഡേറ്റാസ്. അങ്ങനെ വരുന്നത് നമ്മൾ എന്താണ് ഈ ലൈക്കേർട്ട് സ്കെയിലിൽ വരുമ്പോൾ എന്താണ് നമ്മൾ എഗ്രി എന്ന് പറയും അല്ലെങ്കിൽ സ്ട്രോങ്ലി എഗ്രി അല്ലെങ്കിൽ ഡിസഗ്രി, സ്ട്രോങ്ലി ഡിസഗ്രി. അങ്ങനെ നമ്മൾ റാങ്ക് ബേസിസിൽ വരുന്ന ഡേറ്റയും നമ്മൾ എന്താണ് നമ്മൾ ഈ ഓർഡിനൽ സ്കെയിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ലൈക്കേർട്ട് സ്കെയിലും എന്താണ് നമ്മൾ പറയുന്നത് എന്താണ് അത് ഓർഡിനലിലാണ് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എക്സാമ്പിൾസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പം ഓർഡിനൽ വരുമ്പോൾ സോഷ്യോ എക്കണോമിക്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ലെവല്, പിന്നെ എന്താണ് ലൈക്കേർട്ട് സ്കെയില്, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം വരുന്ന ഏതിലായിട്ടായിരിക്കും, ഇതെല്ലാം വരുന്നത് ഓർഡിനൽ സ്കെയിലാണ് വരുന്നത്. മനസ്സിലായോ?
ഓക്കെ. സോ അപ്പൊ നമ്മൾ നോമിനൽ പറഞ്ഞു, ഓർഡിനൽ പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് ഇനി ഓപ്ഷനിൽ വരുന്ന ഒരു സാധനമാണ് എന്താണ് ഇന്റർവെൽ സ്കെയിൽ എന്ന് പറയും. ഓക്കെ. സോ ഇന്റർവെൽ സ്കെയിലിൽ എന്താണ് ഇന്റർവെൽ സ്കെയിലും പിന്നെ നമുക്ക് ഇനി പറയാനുള്ള ഒരു സാധനം എന്താണ് റേഷ്യോ സ്കെയിൽ എന്നാണ് പറയുന്നത്. ഓക്കെ. സോ അപ്പൊ ഏതാണ് ഇന്റർവെൽ സ്കെയിലും ഉണ്ട്, റേഷ്യോ സ്കെയിലും ഉണ്ട്. ഓക്കെ. അപ്പം ഈ ഇന്റർവെൽ സ്കെയിൽ എന്ന് പറയുമ്പം അവിടെ നിങ്ങൾ മേ ബി നിങ്ങളോട് ചിലപ്പം എന്താണ് ഈ ഇന്റർവെൽ സ്കെയിലിനെ പറ്റിയായിരിക്കും ചോദിക്കുന്നത്. സോ അപ്പൊ ഇറ്റ് ഇൻക്ലൂഡിങ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുന്നത്. അപ്പം അവിടെ മെയിൻ ആയിട്ടും കണ്ട ഒറ്റ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, ഞാൻ അതിന്റെ എന്താ പറയാ ആ തിയററ്റിക്കൽ പോർഷൻ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. സോ ഇന്റർവെൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം എന്താണ് ഇതൊരു മെഷർമെന്റ് സ്കെയിലാണ്. ലൈക്ക് നമ്മുടെ ഓർഡിനലിനെയും എന്താണ് ഈ പറഞ്ഞ പോലെ നോമിനലിനെയും പോലെ ഇത് ഒരു മെഷർമെന്റ് സ്കെയിലാണ്. എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇന്റർവെൽ സ്കെയിൽ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. സോ അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദി എന്താണ് വാല്യൂസ് അല്ലെ. സോ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ വാല്യൂസ്. ഇപ്പൊ നമ്മൾ ടെമ്പറേച്ചർ മെഷർമെന്റ് ഇപ്പൊ എന്താണ് ഇപ്പൊ 99 ഡിഗ്രി സെൽഷ്യസും ഇപ്പൊ എന്താണ് 100 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 99ഉം 102 ഡിഗ്രി സെൽഷ്യസും. സോ ദ ഇന്റർവെൽ ബിറ്റ്വീൻ ദി വാല്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ദാറ്റ് ഈസ് മീനിങ്ഫുൾ. ദ ഇന്റർവെൽ ബിറ്റ്വീൻ ദ വാല്യൂസ് ഈസ് മീനിങ്ഫുൾ ആൻഡ് കൺസിസ്റ്റന്റ് ആയിരിക്കും. ബട്ട് there is എന്തായിരിക്കും, there is no true zero point. ഓക്കെ. അതാണ് ആ വേർഡാണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നെയായിരിക്കും എടുത്ത് ചോദിക്കുന്നത്. സോ ദ ഇന്റർവെൽ ബിറ്റ്വീൻ ദി വാല്യൂസ് ആർ മീനിങ്ഫുൾ ആൻഡ് കൺസിസ്റ്റന്റ് ബട്ട് എന്താണ് there is no true zero point. അവിടെ എന്തെങ്കിലും ഒരു സീറോ പോയിന്റ് ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്. സോ അതിനാണ് നമ്മൾ പറയുന്നതാണ് എന്താണ് ഈ ഇന്റർവെൽ സ്കെയിൽ എന്നാണ് പറയുന്നത്. സോ ഈ ഇന്റർവെൽ സ്കെയിലിനെ പറ്റി ചോദിച്ചിട്ടുള്ള ലൈക്ക് ഇതിന്റെ ഈ കറക്റ്റ് ഇത് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ദ വാല്യൂസ് ബിറ്റ്വീൻ ദി അല്ലാതെ the differences between the values are എന്താണ് meaningful and consistent but there is no true zero point and it consists of എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പറയേണ്ട കാര്യം എന്താണ്, അതെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഇന്റർവെൽ സ്കെയിൽ ആണ്. ഓക്കെ. സോ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഇന്റർവെൽ സ്കെയിൽ. അതിന് എക്സാമ്പിൾ ആണ് ഞാൻ ഈ പറഞ്ഞത് എന്താണ് ടെമ്പറേച്ചർ ഡിഫറൻസസ് ദാറ്റ് ക്യാൻ ബി ഇൻ സെൽഷ്യസ് ഓർ എന്തായിരിക്കും അല്ലെങ്കിൽ ഫാരൻഹീറ്റിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ. സോ സെൽഷ്യസിലായിരിക്കാം അല്ലെങ്കിൽ ഫാരൻഹീറ്റിലായിരിക്കാം. സോ ടെമ്പറേച്ചർ മെഷർഡ് ഇൻ സെൽഷ്യസ് or Fahrenheit level. അതാണ് എന്താണ് ഈ ഇന്റർവെലിന്റെ എക്സാമ്പിൾ. സോ അപ്പൊ ഇന്റർവെൽ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു പോയിന്റ് എന്താണ്, ഡിഫറൻസസ് ബിറ്റ്വീൻ ദി വാല്യൂസ് മീനിങ്ഫുൾ കൺസിസ്റ്റന്റ് ആൻഡ് there is no true zero point എന്നാണ് പറയുന്നത്. നോ ട്രൂ സീറോ പോയിന്റ് ആണെങ്കിൽ എന്താണ് നമ്മൾ പറയുന്നതാണ് ഇന്റർവെൽ സ്കെയിൽ എന്നാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ? അതാണ് ഇന്റർവെൽ സ്കെയിൽ. ഇനി ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ റേഷ്യോ സ്കെയിൽ എന്ന് പറയുന്നത്. ഓക്കെ. സോ ഇന്റർവെൽ എന്താണ് നോട്ട് ട്രൂ സീറോ പോയിന്റ് ആണെങ്കിൽ എന്താണ് ഇവിടെ എന്താണ് ഇറ്റ് ഹാസ് നമ്മുടെ ഈ റേഷ്യോ സ്കെയിൽ ഇറ്റ് ഹാസ് എന്താണ് സീറോ പോയിന്റ്. സീറോ പോയിന്റ് ഉള്ള ആർക്കാണ് റേഷ്യോ സ്കെയിലിനാണ് നമുക്ക് എന്താണ് സീറോ പോയിന്റ് ഉള്ളത്. ഓക്കെ. സോ ഇപ്പം ഈ റേഷ്യോ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർവെൽ സ്കെയിലിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ് ആ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇന്റർവെൽ സ്കെയിലിന്റെ എന്താണ് ഡിഫറൻസസ് ബിറ്റ്വീൻ രണ്ട് വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് കൺസിസ്റ്റന്റ് ആൻഡ് മീനിങ്ഫുൾ. ഈ സെയിം എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആർക്കും ഉള്ളത്, നമ്മുടെ ഈ റേഷ്യോ സ്കെയിലിനും ഉള്ളത്. ക്ലിയർ? പക്ഷേ ഇന്റർവെൽ സ്കെയിൽ എന്താണ് there is no true zero point. പക്ഷെ നമ്മുടെ റേഷ്യോ സ്കെയിൽ ഹാസ് എന്താണ് there is a true zero point ഉണ്ട്. ഓക്കെ. സോ അതാണ് ഈ റേഷ്യോ സ്കെയിലും അതാണ് ഇന്റർവെൽ സ്കെയിലും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം ആ ട്രൂ സീറോ പോയിന്റിന്റെ കാര്യം എപ്പോഴും ഓർത്തിരിക്കുക. ലൈക്ക് ഇപ്പൊ നമുക്ക് ഇന്റർവെൽ ആണെങ്കിൽ നമുക്ക് അവിടെ എക്സാമ്പിൾസ് ലൈക്ക് എന്താണ് നമ്മുടെ ടെമ്പറേച്ചർ ഡിഫറൻസസ് ഇൻ സെൽഷ്യസ് ഓർ ഫാരൻഹീറ്റ് പറയാം. ഇനി നമ്മുടെ റേഷ്യോ ആണെങ്കിൽ എന്താണ് ഇവിടെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഹൈറ്റ് മെഷേർഡ് നമ്മൾ പറയുന്നു. ഓക്കെ. ഹൈറ്റ് അതുപോലെ തന്നെ വെയിറ്റ് മെഷേർഡ് ഇൻ കിലോഗ്രാം, ഹൈറ്റ് മെഷേർഡ് ഇൻ എന്താണ് സെന്റിമീറ്റർ, ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ എക്സാമ്പിൾ. അതുപോലെ തന്നെ ടൈം ഇൻ മിനിറ്റ്സ് അതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഏതിലാണ് നമ്മുടെ റേഷ്യോ സ്കെയിലാണ്. ഓക്കെ. സോ നിങ്ങൾ പ്രീവിയസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് വെച്ച് തന്നെയാണ് മുന്നേയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. സോ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇങ്ങനെ ഈ കുറച്ച് പോയിന്റ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് അത് ആൻസർ ചെയ്യാൻ എളുപ്പമാണ്. കാരണം നമ്മൾ എപ്പോഴും കുറച്ച് എന്താ പറയാ ഇൻട്രസ്റ്റ് ഇടാത്ത ഏരിയ ആണ് ഈ സ്റ്റാറ്റ് റിസർച്ച് ഒക്കെ. നമുക്ക് ആ കുഴപ്പമില്ല, 2 ക്വസ്റ്റ്യൻസ് അല്ലേ, ചിലപ്പോൾ മേ ബി 2 ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരിക്കും. സോ അപ്പൊ ഇങ്ങനെ കുറച്ച് ബേസ് കാര്യങ്ങൾ അറിഞ്ഞാൽ മേ ബി ചിലപ്പോൾ ഇത് റിലേറ്റഡ് ചോദിക്കാൻ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ക്ലിയർ ആയോ? മനസ്സിലായോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോടോ? എന്റെ ക്ലാസ് എനിക്ക് തന്നെ കേൾക്കാറില്ല, എന്നിട്ട് ഞാൻ തന്നെ ചോദിക്കും നിങ്ങൾ ആരെങ്കിലും മെസ്സേജ് ഇടുന്നുണ്ടോ.
ശരിയാണ്. ആക്ച്വലി ഞാൻ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഡിലേ ആണ് ഇതിൽ. അപ്പം ഞാൻ മനസ്സിലായി ചോദിച്ച ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇതിനകത്ത് മനസ്സിലായി വന്നത്. സോ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് കിട്ടാൻ പാടായിരിക്കും. ഓക്കെ, മനസ്സിലായി എന്ന് പറഞ്ഞു. ഓക്കെ, സോ അപ്പൊ നമുക്ക് എന്താണ് ലെവൽ ഓഫ് നമ്മൾ എന്താണ് നമ്മുടെ മെഷർമെന്റ് സ്കെയിൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നോമിനൽ, ഓർഡിനൽ, റേഷ്യോ ആൻഡ് ഇന്റർവൽ സ്കെയിൽസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ കണ്ടതാണ്. എന്താണ് ഇനി അതിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഈ പാരാമെട്രിക് ടെസ്റ്റ്. ഓക്കെ, ലൈക്ക് പാരാമെട്രിക് ടെസ്റ്റ് എന്താണ് പാരാമെട്രിക് ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ടെസ്റ്റ്, ഇസഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ എന്താണ് ടി ടെസ്റ്റ്, ഇസഡ് ടെസ്റ്റ്, പിന്നെ എന്താണ് അത് റിലേറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ എഫ് ടെസ്റ്റ്, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇത് ഓരോന്നില്ല. അപ്പൊ ഇത് ഓരോന്നും തമ്മിൽ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസേ ഉള്ളൂ ഇതിനകത്ത്. ആ ഡിഫറൻസ് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. ഓക്കെ, സോ അപ്പൊ ഞാൻ ആദ്യം പറയുന്ന ഇപ്പം ഇത് ഓർക്കുക, ഇതൊക്കെ പ്രീവിയസ് നിങ്ങൾക്ക് ചോദിച്ച കാര്യങ്ങളാണ് കേട്ടോ. സോ അപ്പം അതിനകത്ത് ചോദിച്ച എന്താണ് ഈ അപ്പൊ ഇതിൽ യൂഷ്വലി ചോദിച്ച് കണ്ടിട്ടുള്ളത് ഇപ്പം ഇസഡ് ടെസ്റ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ടി ടെസ്റ്റ് ആണെങ്കിലും എഫ് ടെസ്റ്റ് ആണെങ്കിൽ എന്താണ് അതെന്താണ് ചോദിച്ചത് നിങ്ങളോട് ചോദിക്കും. ഇറ്റ് ഇൻക്ലൂഡ് ഇൻ വിച്ച് കാറ്റഗറി അല്ലെങ്കിൽ ഏത് ടെസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് യൂഷ്വലി ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ആദ്യത്തെ ടെസ്റ്റ് നോക്കാം. ഇസഡ് ടെസ്റ്റ് ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. സോ എന്താണ് ഈ ഇസഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്? ഓക്കെ, സോ അപ്പൊ ഈ ഇസഡ് ടെസ്റ്റ് നമുക്കറിയാം എന്താണ് ഇതെന്ന് പറയുന്ന ഒരു പാരാമെട്രിക് ആണ്, നമ്മൾ റിസർച്ചിൽ യൂസ് ചെയ്യുന്ന സാധനവുമാണ്. ഓക്കെ, സോ അപ്പൊ ഈ ഇസഡിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇസഡിൽ നമ്മൾ ചെയ്യുന്നതാണ് വിവിൽ എന്താണ് ടെസ്റ്റ് അല്ലെ. ടെസ്റ്റിംഗ് എന്താണ് ടെസ്റ്റ് ചെയ്യുന്നത്? ദ ഡിഫറൻസസ് അല്ലെ. ടെസ്റ്റിംഗ് ദി ഡിഫറൻസസ് ബിറ്റ്വീൻ ദി മീൻ അല്ലെ. ടെസ്റ്റിംഗ് എന്താണ് ഡിഫറൻസസ് ബിറ്റ്വീൻ ദി മീൻസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ബിറ്റ്വീൻ ആരൊക്കെ തമ്മിൽ? രണ്ട് ഇൻഡിപെൻഡന്റ് അല്ലെ ലാർജ് സാമ്പിൾസ് തമ്മിലുള്ള എന്താണ് മീനിന്റെ ഡിഫറൻസ് ആണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പൊ നമ്മൾ ഇസഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി കേൾക്കുന്നുണ്ടല്ലോടാ അല്ലേ? ഓക്കെ ഓക്കെ, സോ അപ്പൊ എന്താണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ? നമ്മൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഇസഡിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? വി വിൽ എന്താണ് ടെസ്റ്റ് അല്ലെ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ എന്താണ് ദ മീൻസ് ഓഫ് എന്താണ് ഇൻഡിപെൻഡന്റ് ടു ഇൻഡിപെൻഡന്റ് ലാർജ് സാമ്പിൾസ്. ഓക്കെ, രണ്ട് ലാർജ് സാമ്പിൾസിന്റെ മീൻസ് എടുത്തിട്ട് അതിന് ഡിഫറൻസസ് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇസഡ് ടെസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ലൈക്ക് ഇനി അതുപോലെ തന്നെ ടി ടെസ്റ്റ് ഉണ്ട്. അപ്പം ഇസഡിൽ നമ്മൾ ചെയ്യുന്ന എന്താണ് നമ്മൾ എന്താണ് രണ്ട് ലാർജ് സാമ്പിളിന്റെ മീനിന്റെ ഡിഫറൻസസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ലൈക്ക് അതുപോലെ തന്നെ നമ്മൾ ടി ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, ടി വാട്ട് അബൌട്ട് ടി ടെസ്റ്റ്? ടി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ടെസ്റ്റിംഗ് എന്താണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്താണ് ടെസ്റ്റിംഗ് ദി ഡിഫറൻസസ് അല്ലെ സിഗ്നിഫിക്കന്റ് ഡിഫറൻസസ് ബിറ്റ്വീൻ എന്താണ് ടു നമ്മൾ എന്താണ് ഇൻഡിപെൻഡന്റ് സ്മോൾ സാമ്പിൾസ് ആണ്. ഓക്കെ, സോ ലാർജ് സാമ്പിൾസിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഏതെന്ന് പറയുന്നത് ഇസഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ടി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന എന്താണ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി എന്താണ് ടു ഇൻഡിപെൻഡന്റ് സ്മോൾ സാമ്പിൾസ്. ഓക്കെ, സോ സ്മോൾ സാമ്പിൾസിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ എന്താ മീൻ ഡിഫറൻസ് ആണ് നമ്മൾ എഴുതി നോക്കുന്നത് നമ്മൾ ടി ടെസ്റ്റിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ലാർജ് സാമ്പിൾസ് ആണെങ്കിൽ നമ്മൾ നോക്കുന്നത് ഇസഡ് ടെസ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ എന്താണ് ഇനി പറയുന്ന ഒരു ടെസ്റ്റ് ആണ് എഫ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? എന്താണ് കേട്ടിട്ടുണ്ടോ? എഫ് ടെസ്റ്റ് കേട്ടിട്ടുണ്ടോ? എഫ് ടെസ്റ്റ് എന്താണ് എഫ് ടെസ്റ്റ് എന്ന് പറയുന്നത്? ലൈക്ക് എഫ് ടെസ്റ്റിൽ നമ്മൾ ഇത്രയും നേരം പറഞ്ഞു എന്താണ് ഇവിടെ രണ്ടിടത്തും ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. ഇസഡ് ഞാൻ പറഞ്ഞപ്പോഴും ടി ടെസ്റ്റ് പറഞ്ഞപ്പോഴും ഒരു കോമൺ ഫാക്ടർ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ഒന്ന് പറയാമോ? എന്തായിരുന്നു ആ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്? ഈ രണ്ട് ടെസ്റ്റും പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്താണ് ഇത് ഒന്നിൽ രണ്ട് ലാർജ് സാമ്പിൾസും പിന്നെ എന്താണ് ടു സ്മോൾ സാമ്പിൾസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത് പറഞ്ഞു. സോ ഈ രണ്ടിലും ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. ഒന്ന് ലാർജും ഒന്ന് സ്മോളും ആണെങ്കിലും അതല്ലാണ്ട് ഒരു കോമൺ ഫാക്ടർ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് അറിയാമോ? അതെന്തായിരുന്നു? ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഇൻഡിപെൻഡന്റ് ഞാൻ പറഞ്ഞു. ഓക്കെ, സോ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എന്നല്ല ഞാൻ പറഞ്ഞ ഡിഫറൻസ് ഓഫ് സാമ്പിൾ എന്ന് പറഞ്ഞു. ഓക്കെ,
ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഓക്കെ, സോ നിങ്ങൾ പറഞ്ഞത് ഇപ്പം ഇൻഡിപെൻഡന്റ് രണ്ട് എന്താണ് നമ്മൾ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മീൻ ഓഫ് എന്താണ് ടു എന്താണ് ഇൻഡിപെൻഡന്റ് ലാർജ് സാമ്പിൾസും പറഞ്ഞു, അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് സ്മോൾ സാമ്പിൾസും പറഞ്ഞു അല്ലെ. അപ്പൊ ഇവിടെ രണ്ടെണ്ണവും പറഞ്ഞിട്ട് എന്താണ് രണ്ട് സാമ്പിൾസിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇസഡ് ആണെങ്കിലും ടി ആണെങ്കിലും നമ്മൾ നോക്കുന്നത് എന്തായിരുന്നു, ദ ഡിഫറൻസസ് ഓഫ് എന്താണ് ടു സ്മോൾ സാമ്പിൾസ് അല്ലെങ്കിൽ ടു ലാർജ് സാമ്പിൾസിന്റെ ഡിഫറൻസ് ആണ് നമ്മൾ നോക്കിയത്. പക്ഷേ എഫ് ടെസ്റ്റ് ആവുമ്പോൾ അവിടെ എന്ത് വരുന്നു, ദ മോർ ദാൻ ടു സാമ്പിൾസ്, രണ്ടിൽ കൂടുതൽ സാമ്പിൾസിന്റെ എന്താണ് രണ്ടിൽ കൂടുതൽ എന്താണ് ഇൻഡിപെൻഡന്റ് സാമ്പിൾസിന്റെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, എഫ് ടെസ്റ്റ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഇൻഡിപെൻഡന്റ് മീൻ. ഇൻഡിപെൻഡന്റ് മീൻ മോർ ദാൻ എന്താണ് ഇൻഡിപെൻഡന്റ് മീൻ മോർ ദാൻ ടു എന്താണ് മോർ ദാൻ ടു സാമ്പിൾസ്. ഓക്കെ, രണ്ടിൽ കൂടുതൽ സാമ്പിൾസ്. നമ്മൾ നേരത്തെ എന്താണ് ഇസഡ് പറഞ്ഞപ്പോഴും ടി പറഞ്ഞപ്പോഴും നമ്മൾ രണ്ട് ലാർജ് സാമ്പിളും രണ്ട് സ്മോളും പറഞ്ഞു. പക്ഷെ രണ്ടിൽ കൂടുതൽ സാമ്പിൾസിന്റെ മീൻ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് ഈ എഫ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഗോട്ട് ഇറ്റ്? Then ഇനി ഒരു ടെസ്റ്റ് കൂടെ അത് പറയാനുണ്ട്. ദാറ്റ് ഈസ് ദി എന്താണ് ANOVA ടെസ്റ്റ്. കേട്ടിട്ടുണ്ടോ? ഡു യു ഹാഡ് അബൌട്ട് ദാറ്റ് ANOVA ടെസ്റ്റ്? വാട്ട് അബൌട്ട് ദ ANOVA ടെസ്റ്റ്? കേട്ടിട്ടുണ്ടോ ANOVA ടെസ്റ്റ്? നിങ്ങളുടെ ഒരു ഓപ്ഷനിൽ കണ്ടതാണ് ഈ ANOVA ടെസ്റ്റ് എന്ന് പറയുന്നത്. കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ ANOVA ടെസ്റ്റ് എന്ന് പറയുന്നത്? ANOVA എന്താണ്? എന്താണ് ഈ അനോവ? എന്താണ് അനോവയുടെ എക്സ്പാൻഷൻ എന്താണ്? ഗുഡ്. ഒരാൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ അനാലിസിസ് ഓഫ് എന്താണ് വേരിയൻസ്. ഓക്കെ, സോ അനോവ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് അനാലിസിസ് ഓഫ് എന്താണ് വേരിയൻസ് എന്നാണ് നമ്മൾ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇറ്റ് ഈസ് മെയിൻലി അനോവ നമ്മൾ എന്തിനാ ഉപയോഗിക്കുന്നത്? ഇറ്റ് ഈസ് യൂസ് ടു എന്താണ് കമ്പയർ. എന്താണ് യൂസ് ടു കമ്പയർ എന്താണ് ദ മീൻസ് ഓഫ് അല്ലെ, യൂസ് ടു കമ്പയർ ദി മീൻസ് ഓഫ് എന്താണ് ടു ഓർ മോർ ഗ്രൂപ്പ്സ് അല്ലെ. ടു ഓർ രണ്ടോ അതിൽ കൂടുതലോ ഗ്രൂപ്പിന്റെ മീൻ ആണ് നമ്മൾ എന്തിവിടെ കമ്പയർ ചെയ്യുന്നത്. യൂസ് ടു കമ്പയർ ദി മീൻസ് ഓഫ് ടു ഓർ മോർ ഗ്രൂപ്പ് എന്താണ് ബൈ അനലൈസിങ് ദി വേരിയൻസ്. ഓക്കെ, അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ദി അനോവ ടെസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ? അപ്പൊ ഇതൊക്കെയാണ് യൂഷ്വലി യൂസ് ചെയ്യുന്ന പാരാമെട്രിക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം നിങ്ങളോട്. സോ it is related to the psychiatry. So what do you mean by this Foley A Dukes എന്ന് പറഞ്ഞാൽ എന്താണ്? FOLIE Foley A Dukes DEUX. എന്താണ് ഈ Foley A Dukes എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? What do you mean by Foley A Dukes? Foley A Dukes എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? FOLIE Foley A Dukes DEUX. എന്താണ് ഈ Foley A Dukes എന്ന് പറഞ്ഞാൽ എന്താണ്? What it stands for? എന്താണ് അത് മീൻ ചെയ്യുന്നത് അറിയാമോ? എന്താണ് കേട്ടിട്ടുണ്ടോ? അറിയാമോ? എടാ അറിയാമെങ്കിൽ അറിയാമെന്ന് പറയണം, ഇല്ലെങ്കിൽ അറിഞ്ഞൂടാന്ന് പറയണം. എന്നാലും നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ കവർ ചെയ്യാൻ പറ്റത്തുള്ളേ, ഇല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ്. ഓക്കെ, സോ ഒന്നുമില്ലടാ, ഈ ഫോളി എ ഡ്യൂക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് മീൻസ് എന്താണ്? ഷെയർഡ് സൈക്കോസിസ്. ക്ലിയർ? ഷെയർഡ് സൈക്കോസിസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഷെയർഡ് സൈക്കോസിസ്. ഈ ഷെയർഡ് സൈക്കോസിസിനെ പറയുന്ന പേരാണ് എന്താണ്? ഈ
ഫോളി എ ഡ്യൂക്സ് എന്ന് പറയുന്നത് ഷെയർഡ് സൈക്കോസിസ് എന്ന് വെച്ചാൽ എന്താണ് ദ മാഡ്നസ് ഈസ് ഷെയർഡ് ബൈ ദ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി ഒന്നുമില്ല എന്താണ് നിങ്ങൾ ഇപ്പൊ ഹോസ്പിറ്റലിൽ നിങ്ങളുടെ ഇൻചാർജുമായിട്ട് കട്ടക്കലിപ്പാണെന്ന് വെച്ചോ പുള്ളിക്കാരി നിങ്ങളെ എങ്ങനെ കിട്ടിയാലും അറഞ്ചും പറഞ്ഞും എല്ലാ ദിവസവും രാവിലെയും എടുത്തിട്ട് ചൊറിയാറുണ്ട് സോ നിങ്ങൾക്ക് സഹി കിട്ടും അവരെ കൊണ്ട് ഓക്കെ സോ നിങ്ങൾ നേരെ എന്ത് ചെയ്യും വീട്ടിൽ ഒന്ന് നിങ്ങളുടെ ഹസ്ബൻഡ് ഈ ഇൻചാർജുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കണ്ടിട്ടും ഇല്ല ഓക്കെ സോ കണ്ടിട്ടുമില്ല പുള്ളിക്കാരിയെ പക്ഷെ നിങ്ങൾ എന്താണ് പറയും എന്താണ് ഓ അവരുടെ പേര് ഇതാണ് അവർ അങ്ങനെയാണ് ഇവർ രാവിലെ പോയി എന്നെ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും ഇവിടെ അപ്പൊ നിങ്ങളുടെ ആ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ സൈക്കോസിസ് നിങ്ങൾ വീട്ടിൽ വന്ന് എന്ത് നിങ്ങളുടെ പാർട്ട്ണറോട് ഒന്നുകിൽ പാർട്ട്ണർ ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ ഹോസ്റ്റൽ മേറ്റ് ആവാം അവരോട് കൂടെ ഷെയർ ചെയ്യുന്നു ഓക്കെ എന്നിട്ട് അപ്പൊ എന്ത് ചെയ്യും പുള്ളിക്കാരന് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും ഇവരോടൊരു ദേഷ്യം ഡെവലപ്പ് ചെയ്യുന്നു ആക്ച്വലി പുറത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഷെയർഡ് സൈക്കോസിസ് കൊണ്ട് എന്ത് ക്രൈം കമ്മിറ്റ് ചെയ്യാറുണ്ട് ഇവര് ഓക്കെ രണ്ടുപേര് തമ്മിൽ ഷെയർ ചെയ്യുന്നു ഹസ്ബൻഡ് വീട്ടിൽ വന്ന് ഇപ്പം ഹസ്ബൻഡിന്റെ പ്രശ്നമാണെങ്കിൽ വൈഫുമായിട്ടും വൈഫിന്റെ പ്രശ്നമാണെങ്കിൽ വൈഫ് വന്ന് ഹസ്ബൻഡുമായിട്ടും ഷെയർ ചെയ്യും ഓക്കെ അപ്പൊ മറ്റേ ആൾ എന്താണ് കാണുന്നില്ല പക്ഷെ ഇവര് പറഞ്ഞു രണ്ടുപേർക്ക് എന്താണ് ഒരു കോമൺ ഗോൾ വരും ഇവർക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് ലൈക്ക് അതിനെയാണ് നമ്മൾ ഷെയർഡ് സൈക്കോസിസ് എന്ന് പറയുന്നത് സോ അതിനെ നമ്മൾ പറയുന്ന ടേം ആണ് ഈ ഫോളി എ ഡ്യൂക്സ് എന്നാണ് നമ്മൾ പറയുന്നത് ഇനി ഇതിൽ തന്നെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് എന്ന് വെച്ചാൽ ഫോളി എ ഡ്യൂക്സ് എന്ന് പറഞ്ഞു ഇനി ഫോളി എ ട്രയോസ് എന്ന് പറയാറുണ്ട് എന്താണ് ഈ ഫോളി എ ട്രയോസ് എന്ന് പറയുന്നത് FOLE ഫോളി എ TRIOS എന്താണ് ഫോളി എ ട്രയോസ് ഉണ്ട് ഫോളി എ ടെട്രോസ് ഉണ്ട് ഫോളി എ എന്ന് വെച്ചാൽ എന്തുവാ ഫോളി എ ട്രയോസ് ഫോളി എ കോർട്ടർ ഫോളി എ ട്രയോസ് ഫോളി എ കോർട്ട് ഒക്കെ ഉണ്ട് എന്തായത് ഈ ഫോളി എ ട്രയോസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി ഈ ഫോളി എ ഡ്യൂക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടുപേര് ഹസ്ബൻഡും വൈഫും അല്ലെങ്കിൽ എന്താണ് രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ഹോസ്റ്റൽ മേറ്റ്സ് തമ്മിലാണ് ഷെയർ ചെയ്യുന്ന സൈക്കോസിസ് പക്ഷെ ട്രയോസ് എന്ന് പറയുമ്പോൾ അവിടെ 3 പേര് വരുന്നു അപ്പം ദാറ്റ് ഈസ് ഷെയർഡ് ബൈ എന്താണ് 3 persons ഓക്കെ 3 persons ആണെങ്കിൽ നമ്മൾ അതിനെ എന്താണ് ഫോളി എ ട്രയോസ് എന്ന് പറയും ഇനി 4 പേരായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ കോർട്ടർ എന്ന് പറയും ഓക്കെ അതാണ് ഈ ഫോളി എ ട്രയോസ് കോർട്ടർ എന്നൊക്കെ നമ്മൾ പറയുന്നത് മനസ്സിലായോ അതാണ് ഇത് നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് മനസ്സിലായോ പറഞ്ഞത് മനസ്സിലായോ മനസ്സിലായോടെ ഓക്കെ മനസ്സിലായി ഇപ്പോഴാ മെസ്സേജ് കണ്ട മനസ്സിലായി ഓക്കെ ദെൻ അടുത്ത പിന്നെ ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് നമ്മുടെ ഈ എന്താണ് നമ്മുടെ സ്ലീപ്പ് ഡിസോർഡേഴ്സ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സ്ലീപ്പ് സൈക്കിൾസ് റിലേറ്റഡ് ആയിട്ട് അതിൽ നിന്ന് ചില ക്വസ്റ്റ്യൻസ് അബൌട്ട് ദി എന്താണ് റാപ്പിഡ് ഐ മൂൺ സ്ലീപ്പ് പിന്നെ NREM സ്ലീപ്പ് REM അപ്പൊ അത് റിലേറ്റഡ് ആയിട്ട് ചില സ്റ്റേജസ് ഉണ്ട് ആ സ്റ്റേജസിൽ ഉള്ള കുറച്ച് എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് സോ അപ്പം ജനറലി പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടും എത്ര തരം സ്ലീപ്പാണ് നമുക്കുള്ളത് ഏതൊക്കെ സ്ലീപ്പ് നമുക്കുണ്ട് എത്ര തരം സ്ലീപ്പ് ഉണ്ട് എത്ര തരം സ്ലീപ്പ് ഉണ്ട് നമുക്ക് മെയിൻലി നമുക്ക് ഡി സ്ലീപ്പ് പിന്നെ എസ് സ്ലീപ്പ് രണ്ട് ടൈപ്പ് സ്ലീപ്പ് ഡി സ്ലീപ്പ് അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേര് എന്താണ് നമ്മൾ ഡീസിങ്ക്രണൈസ്ഡ് എന്താണ് സ്ലീപ്പ് എന്ന് പറയും അല്ലെങ്കിൽ ഡ്രീം സ്ലീപ്പ് എന്ന് നമ്മൾ പറയും എസ് ആണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് എന്താണ് സിങ്ക്രണൈസ്ഡ് സ്ലീപ്പ് അല്ലെ സോ അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് നോക്കാം എന്താണ് എസ് സ്ലീപ്പിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ് നമുക്ക് നോക്കിയിട്ട് പിന്നെ നമുക്ക് ഡി സ്ലീപ്പിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ് നമുക്ക് പറയാം ഓക്കെ സോ എന്താണ് എസ് സ്ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ് എസ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് എന്താണ് സിങ്ക്രണൈസ്ഡ് സ്ലീപ്പ് ഓക്കെ എന്താണ് സിങ്ക്രണൈസ്ഡ് സ്ലീപ്പ് അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന വേറൊരു പേരാണ് ഓർത്തോഡോക്സ് സ്ലീപ്പ് ഓക്കെ ഓർത്തോഡോക്സ് സ്ലീപ്പ് എന്ന് പറയുന്നു സിങ്ക്രണൈസ്ഡ് സ്ലീപ്പ് എന്ന് പറയുന്നു അതുപോലെ തന്നെ പിന്നെ എന്താണ് ക്വയറ്റ് സ്ലീപ്പ് എന്നും പറയാറുണ്ട് ഓക്കെ സോ ഈ എസ് സ്ലീപ്പിന് പറയുന്ന പേരാണ് എന്താണ് ഓർത്തോഡോക്സ് സ്ലീപ്പ് സിങ്ക്രണൈസ്ഡ് സ്ലീപ്പ് അതുപോലെ തന്നെ ക്വയറ്റ് സ്ലീപ്പ് എന്ന് നമ്മൾ പറയാറുണ്ട് ക്ലിയർ ദെൻ ഈ
എസ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഇത് വരുന്ന ഏത് കാറ്റഗറിയിലാണ്? നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പാണ്, NREM സ്ലീപ്പാണ്. നമ്മൾ എന്താണ് അതിൽ NREM സ്ലീപ്പാണ് നമ്മുടെ ഈ എസ് സ്ലീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എസ് സ്ലീപ്പ് ഏതിൽ വരുന്നത്? NREM സ്ലീപ്പിലാണ് നമ്മുടെ ഈ എസ് സ്ലീപ്പ് വരുന്നത്. സോ ഇത് ഒരു എസ് സ്ലീപ്പ് എന്ന് പറയുന്ന NREM സ്ലീപ്പാണ്. സോ ഇതിൽ നമുക്ക് മെയിൻലി എത്രയുണ്ട്? 4 സ്റ്റേജ് ഉണ്ട്. സ്റ്റേജ് 1 ഉണ്ട്, സ്റ്റേജ് 2 ഉണ്ട്, സ്റ്റേജ് 3 ഉണ്ട്, സ്റ്റേജ് 4 ഉണ്ട്. ഓക്കെ, then ഈ NREM എന്ന് പറയുന്ന ഡീപ് സ്ലീപ്പ് ആണോ? NREM എന്ന് പറയുന്ന ഡീപ് സ്ലീപ്പ് ആണോടാ? ആണോ? ഡീപ് സ്ലീപ്പ് ആണോ NREM എന്ന് പറയുന്നത്? ഡീപ് സ്ലീപ്പ് ആണോ NREM എന്ന് പറയുന്നത്? ഓക്കെ, അല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ അപ്പൊ നമുക്ക് പറയാം സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 ആണ് നമ്മൾ പറയുന്നത്. എസ് സ്ലീപ്പിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. NREM സ്ലീപ്പ് ആണ്. സോ അപ്പൊ അതിന് 4 സ്റ്റേജസ് പറഞ്ഞു. ഇനി സ്റ്റേജ് 1 എന്ന് പറയുമ്പോൾ എന്താണ്? അതിൽ നമുക്ക് ഇപ്പൊ നമ്മൾ EEG ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതാണ് ഈ സ്റ്റേജ് 1 നമുക്ക് കാണാൻ പറ്റുന്ന തീറ്റ വേവ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ക്ലിയർ? തീറ്റ വേവ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? സ്റ്റേജ് 1 തീറ്റ വേവ്സ് ആണ്. അതുപോലെ തന്നെ എന്താണ് നമുക്ക് എന്താണ് ഈസിലി എന്താണ് ക്യാൻ ബി അറൗസ്ഡ് ബൈ ദി സ്റ്റിമുലൈ. ഓക്കെ, ഈസിലി എന്താണ് അറൗസ്ഡ് ബൈ സ്റ്റിമുലൈ. അതാണ് ഈ സ്റ്റേജ് 1 ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ. ഇനി സ്റ്റേജ് 2 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് യൂഷ്വലി ചോദിച്ച് കണ്ടിട്ടുള്ള ഇതാണ്. സോ ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള എന്താണ്? യൂഷ്വലി നമ്മുടെ സ്ലീപ്പ് സ്പിൻഡിൽസ്. ഓക്കെ, സ്ലീപ്പ് സ്പിൻഡിൽസും ഉണ്ട്, അതുപോലെ തന്നെ കെ കോംപ്ലക്സും ഉണ്ട്. ഈ സ്ലീപ്പ് സ്പിൻഡിൽസും കെ കോംപ്ലക്സും കാണുന്നത് ഏത് സ്ലീപ്പിലാണ് എന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ഏത് സ്റ്റേജിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? NREM സ്ലീപ്പിലാണ് കാണുന്നത്, അല്ലെങ്കിൽ എസ് സ്ലീപ്പിൽ, അല്ലെങ്കിൽ എന്താണ് ഇത് സ്റ്റേജ് 2ലാണ്. NREMൽ സ്റ്റേജ് 2ലാണ് നമുക്ക് എന്ത് കാണുന്നത്? ഈ കെ കോംപ്ലക്സും അതുപോലെ തന്നെ ഈ സ്ലീപ്പ് സ്പിൻഡിൽസും നമുക്ക് കാണുന്ന ഏതിലാണ്? സ്റ്റേജ് 2 ആണ്. അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആക്ച്വലി ഈ സ്ലീപ്പ് സ്പിൻഡിൽസും എന്താണ്? ഈ കെ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ എന്താണ്? ബ്രെയിൻ വേവ് പാറ്റേൺസ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ സ്ലീപ്പ് സ്പിൻഡിൽസും കെ കോംപ്ലക്സ് എന്നും പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും കാണുന്ന ഏതിലാണ്? നമ്മുടെ കാണുന്നത്? നമ്മുടെ സ്റ്റേജ് 2ലാണ്. NREMൽ സ്റ്റേജ് 2ലാണ് കാണുന്നത്. ഇനി സ്റ്റേജ് 3. ഇനി സ്റ്റേജ് 3ൽ നമുക്ക് നോക്കുമ്പോൾ ആദ്യം സ്റ്റേജ് 1ൽ നമുക്ക് ഏതായിരുന്നു? തീറ്റ വേവ്സ് ആണ് നമുക്ക് കണ്ടുകൊണ്ടിരുന്നത്. സ്റ്റേജ് 3 ആണെങ്കിൽ അതിൽ ഏതാണ്? ഡെൽറ്റ വേവ്സ് ആണ്. ഓക്കെ, സ്റ്റേജ് 3 ആണെങ്കിൽ അതിൽ ഡെൽറ്റ വേവ്സ് ആണ് കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റേജ് 3ക്ക് ഒരു പ്രത്യേകതയെങ്കിലും ഉണ്ട്. എന്താണ്? ദ ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ദി ഡീപ് സ്ലീപ്പ്. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഡീപ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ ഏതാണ്? NREMൽ നമുക്ക് സ്റ്റേജ് 3 ആണ്. സ്റ്റേജ് 3 ആണ് എന്താണ്? ഇനീഷ്യൽ സ്റ്റേജ് ഓഫ്, അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റെപ്പ് ഓഫ് ദി ഡീപ് സ്ലീപ്പ്. ഡീപ് സ്ലീപ്പിലേക്കുള്ള ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ സ്റ്റേജ് 3 ആണ് NREMൽ. ഓക്കെ, ഇനി അടുത്തത് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന NREM ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ദെൻ അതിൽ സ്റ്റേജ് 4 ആണ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്. സ്റ്റേജ് 4 ആകുമ്പോൾ എന്താണ്? സ്റ്റേജ് 4ൽ നമുക്ക് ഡെൽറ്റ വേവ്സ് ആണ്. സോ അപ്പൊ ഇതിൽ ഓരോ സ്റ്റേജിലും ഏത് വേവ്സ് ആണെന്ന് നോക്കുക. സോ EEGയിൽ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതുപോലെ തന്നെ കെ കോംപ്ലക്സും സ്ലീപ്പ് സ്പിൻഡിൽസും ചോദിക്കാം. അതുപോലെ തന്നെ പിന്നെ ചോദിക്കാൻ പറ്റുന്നത് എന്താണ്? ഇത് ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ദി ഡീപ് സ്ലീപ്പ് ഏത് സ്റ്റേജിലാണെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഇനി ഈ സ്റ്റേജ് 4 എന്ന് പറയുന്നതാണ് നമുക്കറിയാം. അപ്പൊ സ്റ്റേജ് 3ൽ നമ്മൾ എന്താ? ഡീപ് സ്ലീപ്പിലോട്ടുള്ള ഇനീഷ്യൽ സ്റ്റെപ്പാണ് നമ്മുടെ സ്റ്റേജ് 3 എന്ന് പറയുന്നത്. സോ അതിൽ നിന്ന് നേരെ നമ്മൾ വരുന്ന സ്റ്റേജ് 4ലോട്ടാണ്. സോ യൂഷ്വലി ദ ബെഡ് വെറ്റിംഗ്, നൈറ്റ് ടെറേഴ്സ്, അപ്പൊ അതുപോലെ തന്നെ എന്താണ്? സ്ലീപ്പ് വാക്ക്, സ്ലീപ്പ് ടോക്ക്, ഈ സാധനങ്ങളൊക്കെ കാണുന്ന ഏതാണ്? NREMൽ സ്റ്റേജ് 4ലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ ഡെൽറ്റ വേവ്സും അതുപോലെ തന്നെ ബെഡ് വെറ്റിംഗും സ്ലീപ്പ് വാക്കും സ്ലീപ്പ് ടോക്കും നൈറ്റ് ടെറേഴ്സും ഒക്കെ കാണുന്ന ഏതിലാണ്? സ്റ്റേജ് 4ലാണ്. ക്ലിയർ? അപ്പൊ നമ്മള് എസ് സ്ലീപ്പിനെ പറ്റിയാണ് പറഞ്ഞത്. അതിൽ 4 സ്റ്റേജസ് നമ്മൾ പറഞ്ഞു. NREM സ്ലീപ്പ്, അല്ലെങ്കിൽ അതർവൈസ് ഓർത്തഡോക്സ് എന്നും ക്വയറ്റ് സ്ലീപ്പ് എന്നും ഒക്കെ പറയും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഡി സ്ലീപ്പ് ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഒരാൾ ഉറങ്ങാൻ വേണ്ടി കിടന്നു, സ്റ്റേജ് 3 ആയപ്പോൾ അയാൾ ഡീപ് സ്ലീപ്പിലോട്ട് പോയി. സ്റ്റേജ് 4 ആയപ്പോൾ ഉറക്കത്തിൽ നിന്ന് എന്താണ്? മുള്ളാനും അതുപോലെ തന്നെ സംസാരിക്കാനൊക്കെ തുടങ്ങിയ ആള്. ഇനി അടുത്ത ഡീപ് സ്ലീപ്പ് ആണ്. നമ്മൾ ഡി സ്ലീപ്പ് അല്ലെങ്കിൽ ഡി സിങ്ക്രണൈസ്ഡ് സ്ലീപ്പ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. ഓക്കെ, ഡി സ്ലീപ്പ് അല്ലെങ്കിൽ എന്താണ്? ഡ്രീം സ്ലീപ്പ്, അല്ലെങ്കിൽ എന്താണ്? ഡീസിങ്ക്രണൈസ്ഡ് സ്ലീപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നു. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും?
റാപ്പിഡ് REM സ്ലീപ്പ് എന്ന് പറയും. റാപ്പിഡ് മറ്റേത് NREM ആയിരുന്നു, ഇത് REM സ്ലീപ്പാണ്. എന്താണ് ഈ ഡി സ്ലീപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് പാരഡോക്സിക്കൽ സ്ലീപ്പ് എന്നും പറയാറുണ്ട്. ഓക്കെ, പേരുകൾ ഓർത്ത് വെച്ചോളാം. മേ ബി ചിലപ്പോൾ അതർ നെയിം വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, അപ്പം പാരഡോക്സിക്കൽ എന്നും പറയാറുണ്ട്, REM സ്ലീപ്പ് എന്നും പറയാറുണ്ട്, അല്ലെ, ഡി സ്ലീപ്പ് എന്നും പറയാറുണ്ട്, എന്താണ് ഡി സിങ്ക്രണൈസ്ഡ് എന്നും ഡ്രീം സ്ലീപ്പ് എന്നും. കാരണം സിമ്പിൾ അല്ലേ ഡ്രീം സ്ലീപ്പ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർക്കുക, അതിൽ നിന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഈ വിവിഡ് ഡ്രീംസ്. ഓക്കെ, ഈ വിവിഡ് ഡ്രീംസും അതുപോലെ തന്നെയാണ് കളർഫുൾ ഡ്രീമിംഗ് ഒക്കെ കാണുന്നത് ഏതിലാണ്? സിമ്പിൾ, ഏതാണ്? REM സ്ലീപ്പിലാണ് എന്ത് കാണുന്നത്? ഈ വിവിഡ് ഡ്രീമിങ്ങും അതുപോലെ തന്നെ എന്താണ് കളർഫുൾ ഡ്രീംസും ഒക്കെ നമുക്ക് കാണുന്ന ഏതിലാണ്? നമ്മൾ റാപ്പിഡ് ഐ മൂവ്മെന്റ് REM സ്ലീപ്പിലാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇതാണ് അതിൽ നിന്നും പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ്. ഓക്കെ, ബാക്കിയൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിക്കലി പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഞാനപ്പോൾ ജസ്റ്റ് റിഫ്രഷ് ചെയ്യാൻ ഈ പോയിന്റ്സ് പറയുന്നതേ ഉള്ളൂ. ദെൻ വാട്ട് അബൌട്ട് ദി ആക്ടിഗ്രാഫി? എന്താണ് ഈ ആക്ടിഗ്രാഫി എന്ന് പറയുന്നത്? ACTIGRAPHY. എന്താണ് ഈ ആക്ടിഗ്രാഫി എന്ന് പറയുന്നത്? എന്താണ് ആക്ടിഗ്രാഫി എന്ന് പറയുന്നത്? കേട്ടോ? എന്താണ് കേട്ടിട്ടുണ്ടോ ആക്ടിഗ്രാഫി? എന്ത് മെഷർ ചെയ്യുന്നതാണ് നമ്മൾ ഈ ആക്ടിഗ്രാഫി എന്ന് പറയുന്നത്? ACTIGRAPHY. ആക്ടിഗ്രാഫി എന്ന് പറയുന്നത് എന്താണ്? എന്താണ് അറിഞ്ഞൂടാ? ഓക്കെ, സോ ആക്ടിഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്? ഈ ആക്ടിഗ്രാഫിയിൽ എന്താണ്? വി വിൽ എന്താണ് മെഷർ ആൻഡ് റെക്കോർഡ് ദി എന്താണ് മൂവ്മെന്റ്സ്. ഓക്കെ, മൂവ്മെന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ ആക്ടിഗ്രാഫിയിൽ എന്ത് ചെയ്യുന്നത്? നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ആക്ടിഗ്രാഫിയിൽ എന്താണ്? വി വിൽ മെഷർ ആൻഡ് അതുപോലെ തന്നെ എന്താണ് റെക്കോർഡ് ദി മൂവ്മെന്റ്. ആക്ച്വലി എന്ത് ചെയ്യുന്നത്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിവൈസ് നമ്മുടെ കയ്യിൽ റിസ്റ്റിൽ ഒരു വാച്ച് കെട്ടും പോലെയാണ് പേഷ്യന്റിൽ എന്ത് ചെയ്യുന്നത്? ഇത് ഘടിപ്പിക്കുന്നത്. ഒരു റിസ്റ്റ് വാച്ച് പോലെ ഇരിക്കും, പേഷ്യന്റെ കയ്യിൽ കെട്ടുന്നു. സോ മെയിൻലി ഇത് ഉപയോഗിക്കുന്നത് എന്താണ്? നമ്മൾ ഈ സ്ലീപ്പ് വേക്ക് സൈക്കിൾ ഉണ്ടല്ലോ, ഈ സ്ലീപ്പ് വേക്ക് സൈക്കിളിൽ മെഷർ ചെയ്യാനായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഈ ആക്ടിഗ്രാഫി ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് അതിവിടെ പറഞ്ഞത്. ക്ലിയർ? മനസ്സിലായോ? മനസ്സിലായോ? കേട്ടില്ല എന്ന് പറഞ്ഞു. മനസ്സിലായോ? കേട്ടിട്ടില്ല എന്നാണോ ഞാൻ പറഞ്ഞത്? മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ കണ്ടതാണ്. എന്താണ് എർഗോട്ടിസം? എന്താണ് ഈ എർഗോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എർഗോട്ടിസം, വാട്ട് ഡു യു മീൻ ബൈ എർഗോട്ടിസം? കേട്ടിട്ടുണ്ടോ? എന്താണ് ഈ എർഗോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? പിള്ളേരെ വേഗം വേഗം പറ. ടേം ബോർഡിൽ എഴുതിയാൽ നന്നായിരുന്നു എന്ന് ഞാൻ കേട്ടു. ഓക്കെ, ഫിറ്റിംഗ് ദി ജോബ് അല്ല, ആക്ച്വലി ഫിറ്റിംഗ് ദി ജോബ് അല്ല. എടാ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഓഡിബിൾ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ സാധനം? അതോ മനസ്സിലാകാതെ പോവുകയാണോ ഞാൻ പറയുന്നത്? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ പറഞ്ഞു. സോ ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ബോഡി സ്പേസ് യൂസ് ചെയ്യാത്തത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതാണ് അടുത്ത ക്ലാസ് എന്താ പിന്നെ അങ്ങനെ നോക്കണമെന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മാക്സിമം പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ടൈം കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ, സോ എടാ നമ്മളത്
ഫിറ്റിംഗ് ദ ജോബ് എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്താണ് ആക്ച്വലി അത് എർഗണോമിക്സ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സാധനമാണ് ഈ എർഗോണോമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഞാൻ നിങ്ങളോട് ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എർഗോട്ടിസം എന്നാണ്. ആക്ച്വലി എർഗോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇതൊരു ഫംഗൽ എന്താണ് ഒരു എന്താണ് ഒരു ഫംഗസ്. ഓക്കെ, ഒരു ഫംഗൽ ഡിസീസ് ആണ് ആക്ച്വലി എർഗോട്ടിസം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എർഗോട്ടിസം എന്ന് പറയുന്നത് എന്താണ്, ഈ എർഗോട്ടിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഗ്രെയിൻസ് ഒക്കെ അല്ലേ, നമ്മൾ കഴിക്കുന്ന ഗ്രെയിൻസ് അതുപോലെ തന്നെ ഗ്രാസസ് അങ്ങനെയുള്ള സാധനങ്ങൾ ഒരു ഫംഗസ് ആയിട്ടുള്ള ക്ലാവിസെപ്സ് ഫ്യൂസിഫോമിസ് എന്ന് പറയും. ക്ലാവിസസ് ഫ്യൂസിഫോർമിസ് എന്നാണ് പറയുന്നത്, ആ ടൈപ്പ് ഫംഗസ്. സോ ഈ ഫംഗസ് എന്ത് ചെയ്യും, നമ്മൾ ഈ കഴിക്കുന്ന ഗ്രെയിൻസ് അല്ലെങ്കിൽ ഗ്രാസസിനെ ഇൻഫെക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അസുഖത്തിനെയാണ് നമ്മൾ എർഗോട്ടിസം എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള എന്താണ്, ഈ എർഗോട്ടിസം ഈസ് കോസ്ഡ് ബൈ, ആക്ച്വലി ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എ ഫംഗസ് ദാറ്റ് ഈസ് കോൾഡ് എന്താണ്, എന്താണ് ക്ലാവിസെപ്സ് ഫ്യൂസിഫോമിസ് എന്നാണ് അതിന്റെ പേര്. ക്ലാവിക്കിൾ ഇല്ലേ, ക്ലാവിസെപ്സ്. ഓക്കെ, ക്ലാവിസെപ്സ് ഫ്യൂസിഫോമിസ് എന്ന് പറയുന്ന ഒരു ഫംഗൽ ആണ്. ഓക്കെ, ഈ ഫംഗസ് എന്ത് ചെയ്യുന്നു, ഇത് ഇൻഫെക്ട് ചെയ്യുന്നു, നമ്മുടെ ഗ്രെയിൻസിലും ഗ്രാസസിനെയൊക്കെ ഇൻഫെക്ട് ചെയ്യുന്നു. ആ സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസ്യൂം ചെയ്യുന്നു. ഓക്കെ, ആ സാധനം നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് നമ്മൾ എർഗോട്ടിസം എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴും നിങ്ങൾ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ 2 പ്രാവശ്യം വായിച്ച് നോക്കുക, എർഗോണോമിക്സും എർഗോട്ടിസവും. ഇതുപോലെ തിരിഞ്ഞു പോകരുത് ദയവ് ചെയ്ത്. കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് ഞാൻ പറഞ്ഞാണ് എർഗോണോമിക്സ് എന്താണെന്ന്. ഓക്കെ, ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഈ സാധനം, അപ്പൊ ഇതൊരു സിംപിളി എന്താണ്, ഫംഗസ് മൂലം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, സോ അപ്പൊ അത് ഉണ്ടാക്കുന്നത് ആരാണെന്ന് മാത്രം ഓർത്താൽ മതി. അത് ക്ലാവിസെപ്സ് ഫ്യൂസിഫോമൻസ് അല്ലെങ്കിൽ ക്ലാവിസെപ്സ് പർപ്യൂറ എന്ന് പറയുന്ന ഫംഗസ് ആണ് ഈ എർഗോട്ടിസം ഉണ്ടാക്കുന്നത്. ഓക്കെ, ആക്ച്വലി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്, എന്താണ്, ഈ ഗ്രെയിൻസിന് അല്ലെങ്കിൽ ഗ്രാസസിന് നമ്മൾ എന്താണ് 20% സോൾട്ട് വാട്ടറിൽ, ഉപ്പുവെള്ളത്തിലിട്ട് നല്ല ഫ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ഡിസീസ് ആണ് കേട്ടോ, അതല്ലേ ഞാൻ പറഞ്ഞത്. ഓക്കെ, ആ ഫംഗസ് ഇൻഫെക്ട് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ്. ക്ലിയർ? അത് ഈ എർഗോട്ടിസം ഉണ്ടാക്കുന്ന ആരെന്നാണ്, ഇറ്റ് ഈസ് ഡ്യൂ ടു വിച്ച് ഏജന്റ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അതാണ് ക്ലാവിസെപ്സ് ഫ്യൂസിഫോമൻസ് അല്ലെങ്കിൽ ക്ലാവിസെപ്സ് പർപ്യൂറ എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തൊരു എക്സ്പാൻഷൻ ആണ് ദ MCR സ്റ്റാൻഡ്സ് ഫോർ. എന്താണ് MCR? MCR മുണ്ടുകൾ കേട്ടിട്ടുണ്ടോ? സോ ദ MCR സ്റ്റാൻഡ്സ് ഫോർ, എന്താണ് ഈ MCR? ഓക്കെ, സോ ഇപ്പൊ എന്താണ്, പ്ലീസ് ഡോണ്ട് മൂവ് ടു മച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് പറഞ്ഞ ഫ്ലോയിൽ ഞാൻ ഇങ്ങനെ മൂവ് ചെയ്യുന്നതാണ് കേട്ടോ, ഞാൻ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ വാട്ട് അബൌട്ട് ദി MCR? എന്താണ് MCR? MCR സ്റ്റാൻഡ്സ് ഫോർ, ഒരു എക്സ്പാൻഷൻ ആണ്. എന്താണ് MCR എന്ന് പറയുന്നത്? കേൾക്കാൻ പറ്റുന്നുണ്ടോ? എടാ, നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ നോ പറഞ്ഞാൽ മതി കേട്ടോ. എനിക്കപ്പം ഞാൻ അടുത്ത് പറയാം. ഞാൻ നിങ്ങളുടെ മെസ്സേജ് ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും മാനിപ്പുലേഷൻ റാൻഡം കൺട്രോൾ, അത് MRC ആയിട്ടല്ലേ വരുള്ളൂ, MCR വരുള്ളൂ. അപ്പൊ നമുക്ക് മാനിപ്പുലേഷൻ കൺട്രോൾ റാൻഡം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആക്ച്വലി MCR നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കില്ല. മൈക്രോ സെല്ലുലാർ റബ്ബർ ആണ് നമ്മളെ MCR എന്ന് പറഞ്ഞത്. ആക്ച്വലി എന്താണ് MCR എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ലെപ്രസി പേഷ്യൻസ്, ഓക്കെ, അവർക്കൊക്കെ നമുക്ക് എന്താണ്, നമുക്ക് ഈ ചെരുപ്പുകൾ ഉണ്ടാക്കത്തില്ല, ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക്, അതുപോലെ തന്നെ ലെപ്രസി ഉള്ള ആൾക്കാർക്ക്, എയ്ഡ്സ്, സോ അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഈ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ ഡിഫോമിറ്റീസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ ചപ്പൽസ് ഉണ്ടാക്കി കൊടുക്കൂലേ, ആ മെറ്റീരിയൽ ആണ് നമ്മൾ MCR എന്ന് പറയുന്നത്. മൈക്രോ സെല്ലുലാർ റബ്ബർ എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് MCR എന്ന് പറയുന്നത്. Okay, then the next question is the recommended noise level എത്രയാ? recommended noise level എത്രയാ? recommended noise level എത്രയാ? recommended noise level എത്രയാ? ഗുഡ്. ഏതാണ് റെക്കമെൻഡഡ് നോയ്സ് ലെവൽ ചോദിച്ചിട്ടുണ്ട്? ദാറ്റ് ഈസ് 85 ഡെസിബിൾസ് ആണ് റെക്കമെൻഡഡ് നോയ്സ് ലെവൽ എന്ന് പറയുന്നത്. വിസ്പർ എത്രയാ? 20 ഡെസിബിൾസ് ആണ് വിസ്പർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ നോർമൽ കോൺവെർസേഷൻ എത്രയാ? നോർമൽ കോൺവെർസേഷൻ എത്രയാ? നോർമൽ കോൺവെർസേഷൻ, നോർമൽ കോൺവെർസേഷൻ
എത്രയാ നോർമൽ കോൺവെർസേഷൻ? എത്രയാടേ? 35 to 45 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോ, ദാറ്റ് ഈസ് എന്താണ് 60 to 65 ഡെസിബിൾസ് ആണ് എന്നാണ് നമ്മുടെ നോർമൽ കോൺവെർസേഷൻ എന്ന് പറയുന്നത്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്ടൈൽ വോമിറ്റിംഗ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദി പ്രൊജക്ടൈൽ വോമിറ്റിംഗ് വിച്ച് ഈസ് എന്താണ് നോൺ ബിലിയസ് ഇൻ നേച്ചർ ആൻഡ് ഇറ്റ് ഈസ് സീൻ ഇൻ. ഓക്കെ, പ്രൊജക്ടൈൽ വോമിറ്റിംഗ് ഉണ്ട്, അത് നോൺ ബിലിയസ് ആണ്. സോ ദാറ്റ് ഈസ് സീൻ ഇൻ വിച്ച് കണ്ടീഷൻ? ഏതില? ഏതിലെ കാണുന്നത് നോൺ ബിലിയസ് ആയിട്ടുള്ള പ്രൊജക്ടൈൽ വോമിറ്റിംഗ്? ഗുഡ്. ഏതാണ്? പൈലോറിക് സ്റ്റീനോസിസിലും കാണാം, അതുപോലെ തന്നെ പിന്നെ ഏതിലാണ് ഈ നമ്മുടെ ട്രക്യോ ഈസോഫാജിയൽ ഫിസ്റ്റുലയിലും കാണാറുണ്ട് കേട്ടോ, നോൺ ബിലിയസ്. അപ്പം ആ വേർഡ് ഭയങ്കരമായിട്ട് ഓർത്തണം, പ്രൊജക്ടൈൽ വോമിറ്റിംഗ് ആണ്, ബട്ട് ഇറ്റ് ഈസ് എ നോൺ ബിലിയസ് ഇൻ നേച്ചർ ആൻഡ് ഇറ്റ് ഈസ് ഇൻ പൈലോറിക് സ്റ്റീനോസിസ് ആണ്. വാട്ട് അബൌട്ട് ദി മഷ്റൂം സൈൻ? മഷ്റൂം സൈൻ ഈസ് അതർവൈസ് കോൾഡ് എന്തെന്ന് പറയും? മഷ്റൂം സൈനിന് പറയുന്ന വേറൊരു പേരെന്താ? മഷ്റൂം സൈൻ. മഷ്റൂം സൈൻ എവിടെയാ കാണുന്നത്? അതിന്റെ മറ്റൊരു പേരെന്താണ്? ഏതാണ് ആൻസർ? പറ, വേഗം പറ. ഓക്കെ, സോ ഈ മഷ്റൂം സൈൻ അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്താണ് അംബ്രല്ല സൈൻ എന്നും പറയാറുണ്ട്. സോ ഈ മഷ്റൂം സൈൻ, അംബ്രല്ല സൈൻ ഒക്കെ കാണുന്ന ഏതിലാണ്? നമ്മുടെ ഈ പൈലോറിക് സ്റ്റീനോസിസിലാണ്. നമ്മുടെ ബേരിയം ടെസ്റ്റിൽ അല്ലെ, ബേരിയം എക്സാമിനേഷനിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ഈ മഷ്റൂം സൈനും അതുപോലെ തന്നെ അംബ്രല്ല സൈനും കാണുന്നത്. ഓക്കെ, സോ വാട്ട് അബൌട്ട് ദി കാറ്റർപില്ലർ സൈൻ? എന്താണ് ഈ കാറ്റർപില്ലർ സൈൻ? ആൻഡ് ഇറ്റ് ഈസ് സീൻ ഇൻ കാറ്റർപില്ലർ സൈൻ എവിടെയാണ് കാണുന്നത്? കാറ്റർപില്ലർ സൈൻ. മഷ്റൂം സൈൻ അല്ലെങ്കിൽ അംബ്രല്ല സൈൻ പൈലോറിക് സ്റ്റീനോസിസിലാണ്. നമുക്ക് ബേരിയോളജിക്കൽ എക്സാമിനേഷൻ, ബേരിയം സ്റ്റഡിയിലാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. ദെൻ എന്താണ് ഈ കാറ്റർപില്ലർ സൈൻ എന്ന് പറയുന്നത്? കാറ്റർപില്ലർ സൈൻ എവിടെയാണ് കാണുന്നത്? ഏത് കണ്ടീഷനിലാണ് കാറ്റർപില്ലർ സൈൻ കാണുന്നത്? അപ്പൻഡിസൈറ്റിസ് അല്ല, ആക്ച്വലി പൈലോറിക് സ്റ്റീനോസിസിലാണ് നമുക്ക് എന്ത് കാണുന്നത്? കാറ്റർപില്ലർ സൈൻ കാണുന്നത്. ഓക്കെ, ഈ കാറ്റർപില്ലർ സൈൻ എന്ന് പറയുമ്പോൾ അതിലെന്താണ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് സ്റ്റൊമക്ക് എന്തായിരിക്കും? ഡിസ്റ്റൻഡ് ആയിരിക്കും, അതുപോലെ തന്നെ എയർ ഫിൽഡ് വേവ് ലൈക്ക് എന്താണ് കോണ്ടൂർ ആയിരിക്കും നമുക്ക് സ്റ്റൊമക്കിന്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാറ്റർപില്ലറിനെ പോലെ ഇരിക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാറ്റർപില്ലർ സൈൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സീൻ പൈലോറിക് സ്റ്റീനോസിസിലാണ് എന്ത് ചെയ്യുന്നത്? ഈ കാറ്റർപില്ലർ കാണുന്നത്. ഓക്കെ, ദെൻ the next question is എന്താണ്? പാരിഡോലിയ. പാരിഡോലിയ ഈസ് എ കൈൻഡ് ഓഫ്, പാരിഡോലിയ എന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗ് PAREIDOLIA. പാരിഡോലിയ ഈസ് എ കൈൻഡ് ഓഫ് എന്താണ്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇല്യൂഷൻ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഹലൂസിനേഷൻ ഓർ ഡെലൂഷൻ ഓർ ഡീറിയലൈസേഷൻ. So what do you mean by this pareidolia? And pareidolia is a kind of എന്താണ്? illusion ആണോ, hallucination ആണോ, അതോ derealization ആണോ, അതോ delusion ആണോ, എന്താണ്? ഏതാണ് ആൻസർ? വേഗം പറ. എന്താണ് പാരിഡോലിയ? സോ പാരിഡോലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എന്താണ്? ഇല്യൂഷൻ ആണോ, ഹലൂസിനേഷൻ ആണോ, ഡെലൂഷൻ ആണോ, എന്താണ്?
എന്നോട് ചോദിക്കുക ഡെലൂഷൻ ആണോ ആഷിക്, നീ കൊള്ളാലോ ആള്, എന്നോട് അവൻ ചോദിക്കുക ഡെലൂഷൻ ആണോ എന്ന്. എനിക്ക് ക്വസ്റ്റ്യനാണ്, ഞാൻ നിന്നോട് ചോദിച്ചപ്പോൾ എന്നോട് ചോദിക്കുകയാണോ? ഓക്കെ, എടാ ഈ പാരിഡോളിയ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇസ് എ കൈൻഡ് ഓഫ് എന്താണ് ഇല്യൂഷൻ ആണ് ഈ പാരിഡോളിയ. നിങ്ങൾ ഈ പാരിഡോളിയ നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഇമേജസ് ഉണ്ടല്ലോ, ഇപ്പൊ നമുക്ക് ഈ എന്താണ് ഈ ചിലപ്പോൾ നമുക്ക് ഈ സ്കൈയിൽ നമുക്ക് നോക്കുമ്പോൾ, ആകാശത്ത് നോക്കുമ്പോൾ മേഘങ്ങൾ, ഈ ക്ലൗഡ്സ് നമുക്ക് ചിലപ്പം ഏതെങ്കിലും രൂപമായിട്ടൊക്കെ തോന്നാറില്ലേ? ചില ഇമേജസ് കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ യേശു ക്രിസ്തു നിൽക്കുന്ന പോലെ തോന്നും. ചില പാറക്കെട്ടുകൾ കാണുമ്പോൾ എന്താണ്, ചിലപ്പോൾ അത് ചിലപ്പോൾ രണ്ട് ആൾക്കാർ തമ്മിൽ മുഖങ്ങൾ ഇങ്ങനെ വച്ചയ്ക്കുന്ന പോലെ നമുക്ക് ദൂരെ നിന്ന്. സോ അങ്ങനെ നമുക്ക് ഈ ഒരു വിഷ്വൽ എന്താണ് ഇതുണ്ടാവും. ഓക്കെ, സോ അതെന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു കൈൻഡ് ഓഫ് എന്താണ് ഒരു ഇല്യൂഷൻ ആണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് അതല്ല ആക്ച്വലി പറയുന്നത്. പക്ഷെ നമുക്കത് കാണുമ്പം എന്ത് തോന്നും, അതൊരു ഇമേജ് ആയിട്ട് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്ത് നമുക്ക് മാറും. ചിലപ്പോൾ നമ്മൾ ക്ലൗഡൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാറില്ലേ, ചിലപ്പോൾ നമുക്ക് നോക്കുമ്പം ഇന്ന രൂപമായിട്ട് നമുക്ക് തോന്നുന്നു. ചില ആൾക്കാർ ഈ ബാഹുബലി സിനിമയിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കണ്ടില്ല, അവസാനം മറ്റേ പുള്ളിക്കാരൻ്റെ രണ്ടാമത്തെ ഹോട്ടലിൽ കൊല്ലാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും ആക്ച്വലി ബാഹുബലി ക്ലൗഡിൽ നിൽക്കുന്ന പോലെ ആയിട്ട് ഫീൽ ചെയ്യത്തില്ലേ? സോ ആക്ച്വലി ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് എന്താണ് ഇല്യൂഷൻ ആണ്. ഓക്കെ, സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സീയിങ് ദ ഫെമിലിയർ ഒബ്ജക്ട് ഓർ പാറ്റേൺ. സീയിങ് ദി എന്താണ് ഫെമിലിയർ ഒബ്ജക്ട് അല്ലെങ്കിൽ പാറ്റേൺ. ഇൻ അതർവൈസ് എന്താണ് റാൻഡം ഓർ എന്താണ് അൺറിലേറ്റഡ് ഒബ്ജക്ട് ഓർ പാറ്റേൺ. അമ്മ ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി എ കൈൻഡ് ഓഫ് എന്താണ് ഇല്യൂഷൻ ആണ് ഈ പാരിഡോളിയ എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇമേജസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇനി നമ്മുടെ ടൈം ആകാറായി. സോ നമുക്ക് റാൻഡം ആയിട്ട് കുറച്ച് സയൻസ് ആണ് നിങ്ങളോട് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഇസ് എഗ് കപ്പ് അപ്പിയറൻസ് ആണ്. എഗ് ഇൻ കപ്പ് അപ്പിയറൻസ് എന്ന് പറയുന്നത് ഏതിലാണ്? ചെസ്റ്റ് എക്സ്റേയിൽ എഗ് ഇൻ കപ്പ് അപ്പിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, നമുക്ക് ഏത് കണ്ടീഷനിലാണ് കാണുന്നത്? എഗ് ഇൻ കപ്പ് അപ്പിയറൻസ് എന്ന് പറയുന്നത് ഏത് കണ്ടീഷനിലാണ്? എഗ് ഇൻ കപ്പ് അപ്പിയറൻസ് ഈസ് സീൻ ഇൻ ചെസ്റ്റ്. ഓക്കെ, ഏത് കണ്ടീഷനിലാണ് നമുക്ക് കാണുന്നത്? ഗുഡ്. എന്താണ് ട്രാൻസ്പോസിഷൻ ഓഫ് എന്താണ് ഗ്രേറ്റ് ആർട്ടറീസ് അല്ലെ? ട്രാൻസ്പോസിഷൻ ഓഫ് ഗ്രേറ്റ് ആർട്ടറീസിലാണ്. ഫിഗർ ഓഫ് എയ്റ്റ് അപ്പിയറൻസ് ആണെങ്കിലോ, ഫിഗർ ഓഫ് എയ്റ്റ് ലൈക്ക് അപ്പിയറൻസ് ആണെങ്കിൽ ഏതിലാ? ഫിഗർ ഓഫ് എയ്റ്റ് ലൈക്ക് അപ്പിയറൻസ് ഓഫ് ദി കാർഡിയാക് ഷാഡോ ഈസ് സീൻ ഇൻ ഏതിലാ? ഫിഗർ ഓഫ് എയ്റ്റ് ലൈക്ക് അപ്പിയറൻസ് ഇൻ കാർഡിയാക് ഷാഡോ ഈ സീൻ ഇൻ ഏതിലെ കണ്ടീഷനിലാണ് കാണുന്നത്? ഓക്കെ, ഏതിലാണ് കാണുന്നത്? ഏതിലാണ്? TAPVC അല്ലെ? ടോട്ടൽ അനോമലസ് പൾമണറി വീനസ് എന്നാണ് കണക്ഷൻ. അതിലാണ് നമുക്ക് എന്ത് കാണുന്നത്? ഫിഗർ ഓഫ് എയ്റ്റ് ലൈക്ക് കാർഡിയാക് ഷാഡോ നമുക്ക് കാണുന്നത് TAPVC-യിലാണ്. ടോട്ടൽ അനോമലസ് പൾമണറി വീനസ് എന്താണ് കണക്ഷനിലാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് ആണെങ്കിലോ? ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് ഏതിലാണ് കാണുന്നത്? ബൂട്ട് ഷേപ്ഡ് ഹാർട്ടോ ഏതിലാണ് കാണുന്നത്? ഇതൊക്കെ കാർഡിയാക് ഷാഡോയിലാണ് നമുക്ക് കാണുന്നത് അല്ലെ? എക്സ്റേയിൽ നമുക്ക് കാണുന്നതാണ്. ഓക്കെ, ഏതാ ബൂട്ട് ഷേപ്ഡ് ഹാർട്ട്? ടോഫ് ആണ് അല്ലെ? ടിയോഫിലാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് എന്ത് കാണുന്നത്? ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് നമുക്ക് കാണുന്നത് അല്ലെ? ബൂട്ട് ഷേപ്ഡ് ഹാർട്ട്. ഓക്കെ, ദെൻ ഡബിൾ ബബിൾ സൈൻ ആണെങ്കിലോ? ഡബിൾ ബബിൾ സൈൻ ഏതിലാണ് കാണുന്നത്? ഡബിൾ ബബിൾ സൈൻ ഏതിലാണ് കാണുന്നത്? ഏതാണ്? ഡിയോഡിനൽ സ്റ്റീനോസിസ്. ഓക്കെ, ഡിയോഡിനൽ സ്റ്റീനോസിസിലാണ് എന്ത് കാണുന്നത്? ഡബിൾ ബബിൾ സൈൻ കാണുന്നത്. ഓക്കെ, ദെൻ ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. എന്താണ് സ്പാൽഡിംഗ് സൈൻ ഏതിലാണ് കാണുന്നത്? സ്പാൽഡിംഗ് സൈൻ ഏതിലാണ് കാണുന്നത്? സ്പാൽഡിംഗ് സൈൻ ഗുഡ്. ഏതാണ്? അയുഡിയിലാണ് നമുക്ക് ഏത് കാണുന്നത്? സ്പാൽഡിംഗ് സൈൻ കാണുന്നത്. ഓക്കെ, ബാറ്റ് വിങ് അപ്പിയറൻസ് ഇൻ ചെസ്റ്റ് എക്സ്റേ. ഓക്കെ, ബാറ്റ് വിങ് അപ്പിയറൻസ് ഇൻ ചെസ്റ്റ് എക്സ്റേ ഏതിലാണ് കാണുന്നത്? ഏത് കണ്ടീഷനിലാണ് ബാറ്റ് വിങ് അപ്പിയറൻസ് ഇൻ ചെസ്റ്റ് എക്സ്റേ കാണുന്നത്? ഗുഡ്. ഏതാണ്? പൾമണറി എഡിമ അല്ലെ? പൾമണറി എഡിമയിലാണ് ബാറ്റ് വിങ് അപ്പിയറൻസ് ഇൻ ചെസ്റ്റ് എക്സ്റേ. ഓക്കെ,
അടുത്ത നിങ്ങൾക്ക് അറിയാം ഏതാണ്? ബഞ്ച് ഓഫ് ഗ്രേപ്സ്. ഓക്കെ, ബഞ്ച് ഓഫ് ഗ്രേപ്സ് അപ്പിയറൻസ് ഇൻ ചെസ്റ്റ് എക്സ്റേ ഏതാണ്? ബ്രോങ്കി എക്ടാസിസിലാണ് ഏത് കാണുന്നത്? ഈ ബഞ്ച് ഓഫ് ഗ്രേപ്പ് അപ്പിയറൻസ് കാണുന്നത് അല്ലെ. ദെൻ നേരത്തെ നമ്മൾ ഫിഗർ ഓഫ് 8 പറഞ്ഞു. അടുത്ത ഫിഗർ ഓഫ് 3 അപ്പിയറൻസ് ആണെങ്കിലോ? ഫിഗർ ഓഫ് 3 അപ്പിയറൻസ് ഏതിലാണ് കാണുന്നത്? ഫിഗർ ഓഫ് 3 അപ്പിയറൻസ് ഫിഗർ ഓഫ് 8 നമ്മൾ പറഞ്ഞു ഏതാണ്? കാർഡിയാക് ഷാഡോയിൽ കാണുന്നത് TAPVസിലാണ് കാണുന്നത്. ഇനി ഫിഗർ ഓഫ് 3 അപ്പിയറൻസ് ആണെങ്കിൽ ഏത് കണ്ടീഷനിലാണ് കാണുന്നത്? ഫിഗർ ഓഫ് 3. സോ ഫിഗർ ഓഫ് 3 കാണുന്നത് ഏതാണ്? കൊയാക്ടേഷൻ ഓഫ് അയോട്ട. ഓക്കെ, കൊയാക്ടേഷൻ ഓഫ് അയോട്ടയിലാണ് എന്ത് കാണുന്നത്? ഈ ഫിഗർ ഓഫ് 3 അപ്പിയറൻസ് കാണുന്നത്. ഓക്കെ, then next question is box shaped heart. Box shaped heart is seen in. Box shaped heart ഏതിലാണ് കാണുന്നത്? ഓക്കെ, ബോക്സ് ഷേപ്ഡ് ഹാർട്ട് ഏതിലാണ് കാണുന്നത്? ബോക്സ് ഷേപ്ഡ് ഹാർട്ട് ബോക്സ് ഷേപ്ഡ് ഹാർട്ട് ബോക്സ് ഷേപ്ഡ് ഹാർട്ട് കാണുന്നത് എപ്സ്റ്റീൻ അനോമലിയിലാണ്. എന്ത് കാണുന്നത്? BOX, ബോക്സ് ഷേപ്ഡ് ഹാർട്ട് കാണുന്നത് ഏതിലാണ്? എപ്സ്റ്റീൻ അനോമലിയിലാണ് ബോക്സ് ഷേപ്ഡ് ഹാർട്ട് കാണുന്നത്. അതുപോലെ തന്നെ ലിത്തിയം നമുക്ക് പ്രഗ്നന്റ് ലേഡീസിന് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് അവർക്ക് എന്താണ്? ഈ എപ്സ്റ്റീൻ അനോമലിയാണ് അവർക്ക് എന്താണ്? ഈ പ്രഗ്നന്റ് ലേഡീസ് നമുക്ക് ലിത്തിയം കൊടുക്കുന്നുണ്ടാവുന്ന ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വാട്ടർ ബോട്ടിൽ ഹാർട്ട്. ഓക്കെ, വാട്ടർ ബോട്ടിൽ ഹാർട്ട് ഏതിലാണ് കാണുന്നത്? ഈ വാട്ടർ ബോട്ടിൽ ഹാർട്ട് എന്ന് പറയുന്നത് ആക്ച്വലി പെരികാർഡിയൽ എഫ്യൂഷൻ ആണ്. ഓക്കെ, പെരികാർഡിയൽ എഫ്യൂഷനിൽ നമുക്ക് എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് കാണുന്ന അപ്പിയറൻസ് ആണ് ഈ വാട്ടർ ബോട്ടിൽ ഷേപ്പ് ഹാർട്ട് ആണ് നമുക്ക് കാണുന്നത്. ഓക്കെ, ദെൻ ജെല്ലി ഫിഷ് സൈൻ. ജെല്ലി ഫിഷ് സൈൻ ഈസ് സീൻ ഇൻ. ഏതിലാണ് ജെല്ലി ഫിഷ് സൈൻ? ജെല്ലി ഫിഷ് സൈൻ ഈസ് സീൻ ഇൻ ഏതിലാ? ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ആഷിക്ക് അത് ഇട്ടിട്ട് ഓടി എന്നാണ് തോന്നുന്നത് കേട്ടോ. അവന്റെ ഒരു മെസ്സേജും പിന്നെ കാണുന്നില്ല. ഓക്കെ, സോ ജെല്ലി ഫിഷ് സൈൻ ഏതിലാണ് കാണുന്നത്? ആക്ച്വലി ജെല്ലി ഫിഷ് സൈൻ എന്ന് പറയുന്നത് നമുക്ക് പ്ലൂറൽ എഫ്യൂഷനിലാണ് കാണുന്നത്. ഓക്കെ, എന്താണ്? പ്ലൂറൽ എഫ്യൂഷനിലാണ് ജെല്ലി ഫിഷ് സൈൻ കാണുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എന്താണ്? ലൈറ്റ് ബൾബ് സൈൻ. ലൈറ്റ് ബൾബ് സൈൻ ഈസ് സീൻ ഇൻ. ലൈറ്റ് ബൾബ് സൈൻ. ഈ ലൈറ്റ് ബൾബ് സൈൻ എന്ന് പറയുന്നത് ഇന്റേണൽ റൊട്ടേഷൻ ഓഫ് ദി ഹ്യൂമറസ്. ഓക്കെ, ഇന്റേണൽ റൊട്ടേഷൻ ഓഫ് ദി ഹ്യൂമറസ്. ഓക്കെ, ആ കണ്ടീഷനിലാണ് ലൈറ്റ് ബൾബ് സൈൻ എന്ന് പറയുന്നത് കാണുന്നത്. ഓക്കെ, സോ ഈ പറഞ്ഞ കുറെ സാധനങ്ങളിൽ കുറച്ചൊക്കെ മുന്നേ എക്സാമിന് ചോദിച്ചിട്ടുള്ളതും ചിലതൊക്കെ ചോദിക്കാത്തതുമാണ്. ചോദിച്ചത് ചിലപ്പോൾ വീണ്ടും ചോദിക്കാനും ചോദിക്കാത്തത് വീണ്ടും ചോദിക്കാതിരിക്കാനും ഉള്ള സാധ്യതയുണ്ട്. സോ അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉള്ള ബേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. മേ ബി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൊരു മാർക്ക് കിട്ടും. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ ആയി. ഒട്ടും ഇവിടെ കറണ്ട് ഇല്ല. ഞാൻ നല്ല പുഴുങ്ങിയ അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കുറച്ചുകൂടെ. അപ്പൊ ഇനി നമുക്ക് ഒരു ക്ലാസ്സും കൂടെ മേ ബി കാണത്തുള്ളൂ. സോ അപ്പൊ നിങ്ങൾ എല്ലാ ടോപ്പിക്കും പഠിച്ച് റിവിഷനിലായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി പഴയതൊന്നും മീൻസ് ഇപ്പോഴും നിങ്ങൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു തവണയെങ്കിലും വായിച്ചു പോകുക. മാക്സിമം എന്ത് ചെയ്യുക? റിവിഷൻ ചെയ്യുക, നല്ലോണം റിവിഷൻ ചെയ്യുക. എന്നാൽ മാത്രമേ നല്ലോണം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. ഒരിക്കലും വായിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മൾ മറന്നുപോകും. വീണ്ടും വായിക്കുന്ന അനുസരിച്ച് നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. പഠിച്ച കാര്യങ്ങൾ വൃത്തിയായി പഠിച്ചു വെക്കുക, റിവൈസ് ചെയ്യുക, നന്നായിട്ട് എക്സാം എഴുതുക. ഓക്കെ, സോ അപ്പം അടുത്ത ഒരു ക്ലാസ്സും കൂടെ മേ ബി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം കുറച്ചും കൂടെ എല്ലാ ടോപ്പിക്കും കൂടെ കവർ ചെയ്ത് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, so thank you.